ஹலோ guys, வெல்கம் டு campus reaction. ஸோ நம்ம வந்து ரொம்ப நாள் கழிச்சு போல் போட்டிருந்தோம். எங்கடா போட்டிங்க நீங்கள் கேட்கலாம். ஆனால் அது புது போட வேண்டிய இடத்துல போட்டிருக்கோம். அது வந்து பார்த்திங்கன்னா நம்ம வாட்ஸ்அப்போட சேனலில் வந்து போட்டிருக்கோம். ஸோ அதில் வந்து ஒரு 4 படம் நம்ம போல் போட்டோம். இஷ்கு, மாதுரம், பெயின்கிளி, ஒரு இந்தியன் பிரணய கதை. இதில் இந்த ஒரு படம் மட்டும் கிச்சின் போயிடுச்சு. ஓட்ஸ் கிட்டே நெருங்க முடியல. இதால் அது வந்து போட்ட ஒரு 10 மினிட்ஸ்லேயே தெரிஞ்சிச்சு நம்ம நாங்கள் பார்க்க போகிறதுக்கு. ஸோ இன்னைக்கு நம்ம பார்க்க போகிற மூவி பார்த்தீங்கன்னா ஒரு இந்தியன் பிரணய கதா. ஒரு இந்தியன் லவ் ஸ்டோரி. ஸோ இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கா பார்த்தீங்கன்னா சத்யன் அந்திகாட். ஓகே, ஒரே ஒரு படம் பார்த்துக்கிறோம். ஸோ என்ன படம்னா ஞான் பிரகாஷன். ஸோ இது நல்லா இருக்கும்னு நினைக்கிறேன். ஸோ இது ரிட்டன் பை டாக்டர் இக்பால் குட்டிபுரம். ஸோ இந்த படத்தில் கேஸ்டிங் யார் பார்த்தீங்கன்னா நீ தான் சொல்லணும். பகவத் ஃபாசில். கடைசியா இவங்க படம் பார்த்தது கோட் லைஃப் இல்லடா, லெவல் கிராசிங்டா. ஸோ அந்த படத்தை மியூசிக் வந்து வித்யாசாகர். நம்ம சைடுல விஷயம் கூட காம்படிஷன்ல திருஷ்யம் ரிலீஸ் ஆகும். ஸோ இந்த படத்தோட ஹாண்டரை பார்த்தீங்கன்னா இட்ஸ் இந்தியன் மலையாளம் லாங்குவேஜ் ஒரு ரொமான்டிக் காமெடி. ஓகே, எப்படி இருக்க போகுதுன்னு தெரியல. ஓகே, ஸோ ஒரே போட்டது எல்லாமே ரொமான்டிக் காமெடி, ரொமான்டிக் ட்ராமா அந்த மாதிரி. எல்லாம் வந்து இஷ்கு பார்க்க சொன்னாங்க. ஆனால் நம்ம என்ன பண்ணுறது, போலில் வின் ஆனது இந்த படம் தான். எஸ். ஸோ ஃபஹத் ஃபாசிலோட ஒரு இந்தியன் பிரணய கதா ரியாக்ஷன். ஃபஹத் ஃபாசில். இது அமலா அமலா பால். ஃபைடி கேம் கொடுத்தீங்களா? உடா ജാത്തതാ. ഓ ചേട്ടാ നമസ്കാരം. എന്തായി? ഒന്നും ആയില്ലെന്നേ. ഒന്നുമില്ലേ? ഭാസ്കരൻ നായർ വെന്റിലേറ്ററിലും സമരത്തിലാണ്. പഴയ സ്വാതന്ത്ര്യ സമരത്തിന്റെ അതേ. പക്ഷേ ഈ പ്രായത്തിൽ അത് മുന്നോട്ട് പോകുന്നു തോന്നുന്നു. ഏറെ 2-3 ദിവസം തന്നെ. ചേട്ടാ, എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ എത്ര പാതിരാക്കാണെങ്കിലും എന്നെ തന്നെ ആദ്യം വിളിക്കണം. ശരി. ഇതിന്റെ കാർഡ് ബൈ ഇലക്ഷൻ ഉണ്ടായാലേ നിങ്ങളുടെ സിദ്ധാർത്ഥനാണ് സാധ്യ അല്ലേ? ചുമ്മാ തല്ലി ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിക്കണത്. എന്നിട്ട് സിദ്ധാർത്ഥനോട് എന്നാ പറയാനാ, മണ്ഡലം പ്രസിഡന്റ് ആയി പിന്നെ മുടിഞ്ഞ തിരക്കാ. ബാ നമുക്ക് പിന്നെ വരാം. ശരി എന്നോ. പറഞ്ഞ പോലെ കണ്ടില്ലല്ലോ. നമുക്ക് പോയി ഒന്ന് നോക്കിയാലോ? എന്നാ 80 രൂപയ്ക്ക് 1 ലിറ്റർ കുടിച്ചു. 80 രൂപയ്ക്ക് 1 ലിറ്റർ കുടിച്ചു. സിദ്ധു വീട്ടിലുണ്ടോ? നിങ്ങൾക്കറിയാമല്ലേ, പിന്നെ എനിക്കറിയാം. ഫോണിൽ വിളിച്ചിട്ട് കിട്ടും. ഇതങ്ങ് പിടിച്ച മോളെ. ഇതെന്നാത്തിനാ ചേട്ടത്തി? ഇച്ചിരി കാന്താരിമുളകും കുരുമുളകും വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർത്ത് വറ്റിച്ച് സിദ്ധാർത്ഥൻ സാറിന് കൊടുത്തേക്കണം. അയ്യോ അമ്മേ, വാങ്ങല്ലേ, അത് കൈക്കൂലിയാ. ബെറോണി ചേട്ടത്തിയുടെ പുറമ്പോക്ക് ഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാൻ ചേട്ടനുള്ള കൈക്കൂലി. നീ മിണ്ടായിലുള്ള 2 സെന്റ് ചതുപ്പ് നികത്തിയാലോ ഭൂലോക കുറ്റായി പോയി. എന്നാലും വേണ്ട ചേട്ടത്തി, സിദ്ധു അറിഞ്ഞ എന്നെ വെച്ചേക്കത്തില്ല. അതിങ്ങ് തന്നെ വീട്ടിൽ കയറി വരുന്ന മഹാലക്ഷ്മിയെ ഇറക്കി വിടാൻ പാടില്ല. വെറോണിക്ക ധൈര്യമായിട്ട് പൊക്കോ. സിദ്ധുവിനോട് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. വൈകിട്ട് ചേട്ടൻ വരുമ്പോ മുത്തശ്ശി പത്തായത്തി കറി ഒളിക്കരുത്. അരേ ഓ ബദ്മാസ്കോ മേ സംജാവുങ്കി. பாலிட்டிஷியன் அது. இதுதான் சித்து. ஆமா. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കെട്ടിയിട്ടിറങ്ങി വാടാവേ. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ ഉയരങ്ങളിലെത്തിയിരുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. 1000 ഫ്ലെക്സ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് 100 എണ്ണേ തന്നുള്ളൂ. ബാക്കി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് തരാന്ന്. എന്നായാലും ഇന്നും നാളെയും കൊണ്ട് MLA യുടെ വീടിന്റെ വഴിയൊക്കെ ഫ്ലെക്സ് കൊണ്ടെന്ന് അറിയണം. ഞാനൊന്ന് വീട്ടിലേക്ക് അല്ലട്ടെ. ഇന്നും കൂടെ കയറിയില്ലെങ്കിൽ മൂപ്പിലാൻ അന്വേഷിച്ചിറങ്ങും. വർക്ക് കഴിഞ്ഞിട്ടേ വർഗീസ് ചേട്ടന്റെ തട്ടുകടയിൽ പോയി വള്ളിക്കാടിന്റെ പറ്റില് ബീഫ് മുട്ടും കഴിച്ചേക്കണം. മുത്തശ്ശി, ഇത് താറാവോ കോഴിയോ? രണ്ടുമല്ല ചേട്ടാ, അത് മഹാലക്ഷ്മിയാ. മഹാലക്ഷ്മി നീ കഴിക്കടാ. ഇത് നമ്മുടെ ആ വെറോണിക്ക നിനക്ക് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവന്നതാ. അത് ശരി. ഞാനൊരു സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് കൈക്കൂലിയൊക്കെ വാങ്ങിച്ചു തുടങ്ങി. നല്ല താറാവാ. खाओ बेटा.
ഹാവോ ബേട്ട, എന്റെ പൊന്നും ഗോസായി മുത്തശ്ശി, നിങ്ങൾ എന്നെ അഴിമതിക്കാരനാക്കി അടങ്ങൂല്ലേ? ഹലോ സാർ. യെസ് മാഡം. ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി ഉറക്കൊളച്ച് കാത്തിരിക്കായിരുന്നു. അല്ല, രാവിലെ നീ ഉണരുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കും. പിന്നെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിയാലല്ലേ നീ വന്ന് കിടക്കൂ. ഒരു പൊതുപ്രവർത്തന്റെ വീട്ടുകാരും ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓ ദാ ഇതെന്നേച്ചി ഇലക്ഷൻ ഫണ്ടിലേക്കാണോ? അതിപ്പോ വേണ്ട. അയ്യാടാ, ഇത് ബാങ്കിൽ അടയ്ക്കാനുള്ള. വിദ്യാഭ്യാസം എഴുതി തള്ളേണ്ടതാണ്. നീ എന്നെങ്കിലും ഒരു മന്ത്രിയാവുകയാണെങ്കിൽ ആദ്യം ഒപ്പിടേണ്ട ഫയൽ അതായിരിക്കും. നേതാവിന്റെ പാതിരാത്രിക്ക് മുമ്പ് എത്തിയല്ലോ. അമ്മ മാറിക്കേ, ഞാൻ തിരുമ്മി കൊടുക്കാം. കുറെ നാളെ അച്ഛന്റെ കാല് തിരുമ്മിട്ട്. വേണ്ടടാ. മാറമ്മേ. വേണ്ടടാ, വെറുതെ കൈ ചീത്തയാക്കണ്ട. അങ്ങോട്ട് താസ് ചെയ്തു കേട്ടാ. ആദ്യം ചെയ്യുന്ന പണി ഇതായിരിക്കും. സിനിമയ്ക്ക് പോവാനും പിക്നിക്കിന് പോവാൻ കാശടിക്കാനും. പക്ഷെ ഇപ്പോ ഭാവി MLA കൊണ്ടാ ഞാൻ എന്റെ കാല് തിരിപ്പിക്കുന്നത്. പെട്രോൾ പങ്കിലെ ചൂടും പുകയും കൊണ്ട് 1 മിനിറ്റ് പോലും ഇരിക്കാതെ ജോലി ചെയ്തിട്ടാ കാലിങ്ങനെ നീരും വേദനയും. ഞാൻ MLA ആയി കഴിഞ്ഞ പിന്നെ അച്ഛൻ ഈ പണിക്ക് വിടില്ല. MLA മാർക്ക് ഇപ്പൊ എന്നാ ശമ്പളോ? നീ പോടാ, നിന്റെ ഭരണമൊക്കെ നാട്ടുകാരുടെ അടുത്ത് മതി. അല്ലെങ്കിൽ കാശിന് വേണ്ടിയാണോ ഞാൻ ഈ ജോലിക്ക് പോണത്? ചുമ്മാ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വെറുതെ ഒരു എൻഗേജ്മെന്റ്. கலாய்கிற மாதிரி. മതി മതി, എഴുന്നേക്ക്, പോയി കൈ കഴുകുക. बहुत दिनों से हमने हिंदी नहीं सीखी. नहीं दादी, आज बहुत रात होगा, हम कल सीखेगा. नहीं 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 नहीं, रात हो गई, कल सीखेंगे. हो गई सीखेंगे. അത് മതി രണ്ടെണ്ണത്തിന്റെ ഒരു ഹിന്ദി. അമ്മേ, ഹൈക്കമാൻഡ് എപ്പോഴാ വിളി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഡൽഹിയിലെ ഞങ്ങളുടെ നേതാക്കളെ വീഴണമെങ്കിൽ ഹിന്ദി അറിഞ്ഞാലേ മുത്തശ്ശി. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദി പറഞ്ഞാൽ ഉണ്ട താറാവിന് നന്ദി കാട്ടണ്ടേ? കൽ കരേങ്കെ. ठीक है. എന്നതാ സാറേ പ്രശ്നം? ചുമ്മാ അങ്ങ് എഴുതി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുള്ളതാ. തിരുവനന്തപുരം നമ്പറാണല്ലോ. ഹലോ, മിനിസ്റ്റർ ഓഫീസിൽ പറയൂ സാർ. മണ്ഡല യൂത്തിന്റെ പ്രസിഡന്റ് അയമന സിദ്ധാർത്ഥൻ മിനിസ്റ്ററുടെ വേണ്ടപ്പെട്ട ആളാണ്. അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക് ഇപ്പൊ തന്നെ. ഓക്കെ സാർ, നോ പ്രോബ്ലം. ഇത്ര നിസ്സാര കാര്യത്തിനാണോ തിരുവനന്തപുരത്ത് വിളിപ്പിച്ച്? ഇന്നയാളാ നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഓ, അത് സാരമില്ല. തിരുവനന്തപുരത്ത് വിളിച്ചൊരു താങ്ക്സ് പറഞ്ഞേക്കാം. ഹലോ സിദ്ധു അണ്ണാ, അപ്പൊ ഓക്കെ. തിരുവനന്തപുരം നമ്പർ വെച്ചല്ലേ കളി. എല്ലായിടത്തും ചെലവാകത്തില്ലെന്ന് ഓർത്തോണം കേട്ടോ. അത് നോക്കിയും കണ്ടും കളിച്ചോളാം. അപ്പൊ താങ്ക് യു അണ്ണാ. തിരുവനന്തപുരത്ത് വരുമ്പോ കാണാം. ഓക്കെ. അപ്പൊ ചേട്ടത്തി ഹാപ്പിയാണല്ലോ? ഓ ചേട്ടത്തിയെ, അടുത്ത ഇലക്ഷന് കോളനിയിലെ ആളുകളൊക്കെ നമ്മുടെ കൂടെ നിർത്തിക്കോണം. സിദ്ധാർത്ഥനായിരിക്കും സ്ഥാനാർത്ഥി. ഓ, 5 വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെ പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ. അന്നേരം ആലോചിക്കാം. താൻ വണ്ടി എടുക്കണോ? ഇതാടാ യഥാർത്ഥ ജനാധിപത്യം. നമ്മുടെ MLA ഭാസ്കരൻ നായരുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാ? നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലായി. പക്ഷെ അയാളിപ്പോ കുറച്ച് ബെറ്ററാ. ഇന്നലെ മുതൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. കഞ്ഞിക്കുഴിയിൽ 2 ഫ്ലെക്സ് കൊടുക്കണം. എന്നാടാ രൂപേഷ്? ഓ ശരി, നീ അവിടെ തന്നെ നിൽക്കേ. മറിച്ചെന്തേലും കൊണ്ട് വിളി. വള്ളിക്കടനകത്തില്ലയോ? ഉണ്ട്. ചാനലിൽ ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിട്ട് മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക. பின்னாடி ஆனா இவர் இப்போ நடிக்கிறது இல்லல்ல. நீங்க ஏன் என்னாச்சு இருக்கு? ആസ്പത്രിയിൽ നിന്ന് രൂപേഷ് വിളിച്ചിരുന്നു. ഭാസ്കരൻ നായർ പിടുത്തം വിടുന്ന ലക്ഷണമില്ലാന്ന്. എന്നാ അങ്ങനെയല്ല, രാവിലെ വർഗീസ് ഡോക്ടർ വിളിച്ചിരുന്നു. 1-2 ദിവസത്തിനകത്ത് പിടുത്തം വിട്ടോളെന്നാണ് മൂപ്പര് പറയണത്. ആണോ? പിന്നെ അല്ലാണ്ട് ആശുപത്രിക്കാർ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പലതും പറയും. അപകടനില തരണം ചെയ്തു, ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു, നേരിയ പുരോഗതി വിടും. അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ നികേഷിനെ ഒന്ന് വിളിക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജയഭാരതിനെ വിളിച്ചിട്ട് ചർച്ച വെക്കാൻ പറയുന്നേ. ഞാൻ മേക്കപ്പെട്ടില്ലേ? നികേഷ് ഏട്ടൻ, ഞാൻ വള്ളിക്കാലൻ സാറിന്റെ സെക്രട്ടറി. കാടൻ. വള്ളിക്കാടൻ സാറിന്റെ സെക്രട്ടറിയാ ചാർലി. അല്ല, ബൈ ഇലക്ഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ധാരണ പ്രകാരം സീറ്റ് യൂത്തിനായിരിക്കുമല്ലോ അല്ലേ? അതിലിപ്പോ എന്താ ഒരു സംശയം? അല്ല, വള്ളിക്കാടൻ സാറിനെ പോലെ ഇങ്ങനെ സീനിയർ താപ്പാനുകൾ നിൽക്കുമ്പോ എന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട. പാർട്ടി ലീഡർഷിപ്പാണ് സേഫ്. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ. എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യും. ഇതാ ഓഫീസ് സൂപ്രണ്ട് കൊടുത്താൽ മതി. താങ്ക് യു സർ. ഇക്കുറി അഡ്മിഷൻ ഭയങ്കര ടൈറ്റാ. പക്ഷേ സിദ്ധാർത്ഥിനെ പോലെ ഭാവിയിൽ നമ്മളെ ഭരിക്കേണ്ട ഒരാളെന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യാതിരിക്കുക? താങ്ക് യു സർ. കേട്ടോ സിദ്ധു, ഇന്നാട്ടിൽ ജീവിക്കണേ സ്വാധീനം തന്റെ ഇൻഫ്ലുവൻസ് കിട്ടിയത്. പവർ ഈസ്. ഇലക്ഷൻ വരുമ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജ്വല്ലറിയിലോട്ട് വന്നാൽ മതി. സിദ്ധു കുളിക്കാണ്. അയ്യോ സോറി, ഞാൻ പിന്നെ വിളിക്കാം.
ഞാൻ അവന്റെ ചേച്ചിയാ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ദിവ്യ, ഒരു ഫ്രണ്ട്. ഒരു മിനിറ്റ്. ആരാ? ഫ്രണ്ടാന്ന് പറയുന്നു. ഒരു പെൺകുട്ടിയാ. ഹലോ, ഞാനാ. ഞാൻ കുളിക്കുകയായിരുന്നു. ചേച്ചിയാണോ എടുത്തേ? ആ ചേച്ചിയാ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു പെണ്ണ് ഫോൺ എടുത്തപ്പോ പെട്ടെന്നൊന്ന് പകച്ചുപോയി. വേറൊരു പെണ്ണ് ഫോൺ എടുക്കാനോ അച്ഛൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പത്രത്തിലെ സിദ്ധുവിന്റെ ഫോട്ടോ കാണുമ്പോ എന്നെ അമ്മയും വിളിച്ച് കാണിക്കും. നല്ല ഫ്യൂച്ചറുള്ള പയ്യനാന്ന് പറയും. എനിക്ക് ഈ തിരക്കും ബഹളമൊന്നും ഇഷ്ടമല്ല. വിളിച്ചാ ഫോൺ എടുക്കില്ല, തിരിച്ചു വിളിക്കില്ല, മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് അറ്റ്ലീസ്റ്റ് എനിക്ക് ആക്സസിബിൾ ആയിരിക്കണം. അതെ, ഞാനൊരു പൊതുപ്രവർത്തകനാ. നിന്നെ കെട്ടിയാലോ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ തുടർന്ന് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം. അല്ലാതെ അതിനുവേണ്ടി അഴിമതി കാണിക്കണമെന്ന് എന്നെ കൊണ്ടുവരിക. ഏയ് അതൊന്നും വേണ്ട. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയ്ക്ക് ജോലി ഒരു അലങ്കാരം. ബുദ്ധിയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ കണ്ടിട്ടില്ലയോ? എല്ലാവർക്കും ജോലിയുണ്ട്. ബാങ്ക് മാനേജർ, ഡോക്ടർ, വക്കീല്. എത്ര കാശുണ്ടെങ്കിലും നമ്മൾ സാധാരണക്കാരാൻ തോന്നിപ്പിക്കരുത് നോക്കും. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ നാട്ടുകാരെ നോക്കുന്നതിനിടയില് ഇങ്ങനൊരാൾ ഇവിടെ ഉണ്ടെന്ന കാര്യം മറന്നു പോകണ്ട. ദിവസം 2 തവണയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചേക്കണം. പിന്നെ വിളിച്ചോളാം. എന്നാ എനിക്കൊന്നും തരുന്നില്ലേ? എന്നത്? അത് കിട്ടി. കിട്ടിയോ? ആ കിട്ടി കിട്ടി കിട്ടി. ഗുഡ് നൈറ്റ്. എന്റെ അമ്മോ. എന്നാ പതിവില്ലാത്ത ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ട് നോക്കിയതാ. ഏതാടാ ഫ്രണ്ട്? അതൊരു നല്ല പുളിങ്കൊമ്പാ. പുളിങ്കൊമ്പോ? ഈ രാഷ്ട്രീയം എന്ന് വെച്ചാ ഒരു ട്രിപ്പീസ് കളിയല്ലയോ? ജീവിതം സേഫ് ആക്കാൻ പുളിങ്കൊമ്പിൽ പിടിക്കണം. പിടിച്ചു. നീയൊക്കെ പ്രേമിക്കുന്ന പോലും തലച്ചോറ് കൊണ്ടാണല്ലോ. അത് ശരിയാ, ഞാൻ ഇച്ചിരി പ്രാക്ടിക്കലാ. ഹൃദയം കൊണ്ട് പ്രേമിച്ച ഒരാൾ രക്തസാക്ഷി എന്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. പ്രമുഖ കോൺഫറൻസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും കോട്ടയം നോർത്ത് MLA-യുമായിരുന്ന ശ്രീ TK ഭാസ്കരൻ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഭാസ്കരൻ നായരുടെ മരണം കേരള രാഷ്ട്രീയത്തിന് ഒരിക്കൽ പോലും താങ്ങാനാവാത്ത ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. എന്നെ സിദ്ധു എന്ന് പോലും തികച്ചു വിളിക്കില്ലായിരുന്നു. പ്ലീസ്. அவங்க தானே அடுத்தது. நான் அதுக்கு தான் வெயிட் பண்ணியிருந்தாங்க அவங்க. இவர் மெயின் இவர் யூத் லீடர் ஆயிடுவார். தானா சேர்ந்து கூட்டுமா? மாமன்னன்ல கூட ஒருத்தர் காலில் விழணும்னு சொல்லுவாங்கல்ல. ஒரு ஸ்டெப் அஹெடா இருக்காரு எல்லாரும். பாட்டு இந்த சூது கவம்ல முடியும் போது இவந்து ஒரு பாட்டு வரும் பாத்தியா, கருணாகரன் அந்த மாதிரி இருக்குடா. நல்லா இந்த பாட்டு கொஞ்சம் கலாயிற மாதிரி இருக்குது, ஆனா ரியாலிட்டி சொல்ற மாதிரி. அந்த இந்த வாழ்க்கை ஒரு கோட்டை வேண்ட போலே வால்மடக்கணம் நாணம் மாற்றணம் வேண்டி வந்தெடுக்கணும். எல்லாருமே அதே மாதிரி என்ன வருது போராட்டம். அம்மா போலுங்கடா ஒரு தப்பா போஸ்டுமா. இதனாலே பிரேக்கப் ஆக போகுது நினைக்கிறேன். இந்த குசேலன் படத்துல இவருக்கு பொண்ணா வரும்டா அந்த பொண்ணு. ஓ ஆமா ஆமா, ஃபர்ஸ்ட் பொண்ணு. ரங்கவாதி அவருக்கு ஃபர்ஸ்ட் பொண்ணு பசுபதி. ரொம்ப நாள் கழிச்சு ஒரு பாட்டு நல்லா இருக்கு. பாட்டு வேண்டிடத்து வேண்ட போலே வால்மடக்கணம்
ദേഷ്യം കെട്ടണം ഇലയെടുക്കണം വേണ്ടപ്പെട്ടാൽ വാயை பொத்தி இலை எடுக்கலாம். டொனேஷன் வாங்குறாங்களா? டொனேஷன் வாங்கிட்டு சாப்பிடுப்பா. 2000 வாங்கிட்டு KFC போயிட்டு சாப்பிடு. കോട്ടയം നോർത്ത് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ RDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഫറൻസ് പാർട്ടിയിലെ ഡോക്ടർ വിമല രാമനാഥനാണ് സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഫറൻസ് നേതാവുമായ കെ രാമനാഥന്റെ മകളാണ് ഡോക്ടർ വിമല രാമനാഥൻ. സ്ഥാനാർത്ഥി പട്ടികയിലെ പല പേരുകളും പിന്തള്ളി കേന്ദ്ര നേതൃത്വ രാമനാഥൻ. யார் இன்னசென்ட்டோட பொண்ணா? ஓ, அவன் மெயின் லீடரோட பொண்ணா? സൂക്ഷിച്ച് ഇരിക്കിരിക്കി. എന്താ പറ്റിയേ? അത് വയറുവേദനയാ. അയ്യോ, ഇന്നലൊക്കെ ഭക്ഷണം കഴിച്ചോ നേരം വണ്ണം? വെള്ളം ഞാൻ ചോദിച്ചോ? മരുന്നിന് കാശില്ലെങ്കിൽ ഞാൻ ഇവിടെ അടുത്തുള്ള അശോക ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാം കേട്ടോ. ചെന്നോ. ഓ, എന്തൊരു കാരുണ്യ മായാവതി. എന്നെ നോക്കി കോക്കിരി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവള് നിന്നേക്കാളും വിളഞ്ഞ വിത്ത. ആ തന്തയുടെ എല്ലാ വേലത്രങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. இன்னசென்ட் வரலனா இவர் வர முடியாது. സാറ്, ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങ് വന്ന് കാണാനിരിക്കുവായിരുന്നു അനുഗ്രഹം വാങ്ങിക്കാൻ. വേണ്ടേ? അങ്കിളിന്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഉണ്ടാവണം. അത് പിന്നെ പ്രത്യേകിച്ച് എന്താ? അയ്യോ, ഇത് മിസ്റ്റർ ഐമന സിദ്ധാർത്ഥനല്ലേ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിയുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് താങ്കളുടെ പേരാണല്ലോ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ വിമല രാമനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ശ്രീമതി വിമലാജിക്ക് എല്ലാ രീതിയിലുള്ള എൻ്റെ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു സിദ്ധാർത്ഥി. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. മോളെ ആ കയറ് കിടത്തെ. കോഴിക്കോട് മുഴുവൻ ചോർന്നൊലിക്കായിരുന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ രാഷ്ട്രീയം നമുക്ക് പറ്റിയ പണിയല്ലാന്ന്. അയ്യാ, MLA വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഹേയ്, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടുകാർ തന്നെ ഇങ്ങനെ കാല് മാറുമ്പോ ഹൈക്കമാൻഡിനെ കുറ്റം പറഞ്ഞിട്ട് എന്നാ കാര്യം? ദില്ലി ചലോ അവർ ഹൈക്കമാൻഡ് കോ ദേഖോ. ഹൈക്കമാൻഡ് മണ്ണോം കേട്ടോ. ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, സോറിയടാ, വള്ളിക്കാടൻ പറഞ്ഞോണ്ടാ. അയാളാത്തുണ്ടോ? ആ, ഉണ്ട്. ഇവിടെ നീ എവിടെയായിരുന്നു? എന്തെല്ലാം കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട്. എന്നെ ഒന്നും ഏൽപ്പിക്കണ്ട. അതെന്താടാ സിദ്ധു നീ അങ്ങനെ പറയണേ? നീ ഇറങ്ങാതെ പിന്നെ എങ്ങനെയാ? ജാഥ വിളിക്കാനും പോലീസിന്റെ തല്ല് കൊള്ളാനും ഇലക്ഷന് വോട്ട് പിടിക്കാൻ പോകാനും എന്നെ പോലുള്ള യൂത്തന്മാർ തന്നെ വിമല രാമനാഥനോട് നിലിച്ച് കാട്ടാൻ പറഞ്ഞാൽ മതി. എല്ലാ വോട്ടും പെട്ടി വീണോളൂ. ഇനി വല്ലോടത്ത് ഇച്ചിരി വീക്കാണ്, അവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയേച്ചാൽ മതി. നിന്റെ വിഷമം എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും നീ ഇറങ്ങി. ഞാൻ കുറച്ച് ദിവസം പാർട്ടിയിൽ നിന്ന് ലീവ് എടുക്കാൻ പോവാ. ലീവ് എടുക്ക്? അങ്ങനൊരു പരിപാടി നമ്മുടെ പാർട്ടിയിലില്ല. അതൊന്നും എനിക്കറിയാല. ഞാൻ കുറച്ച് ദിവസം മറിയിക്കാൻ പോവാ. കൂടുതലൊന്നും പറയരുത്. വന്നേ വാ, വൈകിട്ട് നീ വീട്ടിലേക്ക് വാ, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാനൊരു പേഴ്സണൽ കാര്യം പറഞ്ഞ എനിക്ക് വേണ്ടി നീ അത് ചെയ്യോ ഇല്ലയോ? എന്നാ? അതെ, വൈഫിന്റെ ഒരു ബന്ധു വിളിച്ചു പറഞ്ഞതാ. കാനഡയിൽ നിന്ന് ലേഡി വന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ എന്തൊക്കെയോ ചില പണികളുണ്ട് അത്രേ. എനിക്ക് ഈ തിരക്കിന്റെ ഇടയിൽ അതൊന്നും അന്വേഷിക്കാനുള്ള നേരമില്ല. എനിക്ക് വേണ്ടി നീ അവരെ പോയി ഒന്ന് കണ്ട് സഹായത്തിന് ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. എൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഡേ, ഇതിൽ അഡ്രസ് ഉണ്ട്. ഞാനല്ലേ പറയണേ, നീ ഒന്ന് ചെല്ലടാ ചക്കരെ പിടിക്കും. കനഡ റിട്ടേൺ പോട്ടെ, ചാനല് നോക്കിക്കോളൂട്ടോ. മാഡം, നമുക്ക് കുട്ടികൾ കളിക്കുന്ന എടുത്താലോ? എടുക്കാം. ഞാൻ ഉതുപ്പ് വള്ളിക്കാടൻ പറഞ്ഞിട്ട് വന്നു. ഹാവു, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ചേച്ചി ലൈറ്റ് കൊടുത്തേക്ക്. ലൈറ്റ് വാങ്ങിക്കോളൂ. ഈ സ്റ്റാൻഡ് ബാഗ് എല്ലാം എടുത്തേക്കണേ. വാ വാ കളിക്കാം.
മാഡം ഞങ്ങളുടെ പഴയ പള്ളിയാണിത്. ഇത് ഇവിടുന്ന് പോയ ഞങ്ങളുടെ മെത്രാനാ. ഇത് ഞങ്ങളുടെ മുമ്പത്തെ അച്ഛനാണ് ഇവിടുത്തെ. ഓക്കെ സിസ്റ്റർ, ഇത്രയും മതി. താങ്ക് യു സോ മച്ച്. വിഷ്വൽസ് ചെക്ക് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. ഓ ദേ ഇതെല്ലാം എടുത്തോളൂ. ദാ ഇവിടെ വെച്ചോളൂ, സൂക്ഷിക്കണേ. ദാ വേഗം വണ്ടി എടുത്തോളൂ, നേരെ വീട്ടിലേക്ക്. ഐ എം സോ ഹംഗ്രി. അതെ, ഞാൻ ആരാന്ന് കരുതിയിട്ടാ മാഡം ഇങ്ങനെ ഓർഡർ ഇടുന്നത്. അയ്യോ, ആരാ? ഞാൻ ഐമനം സിദ്ധാർത്ഥൻ, യൂത്ത് കോൺഫറൻസിന്റെ മണ്ഡലം പ്രസിഡന്റ്. ഓ ഐ എം സോറി. മിസ്റ്റർ ഉദുപ്പ് വള്ളിക്കാടൻ എനിക്ക് സഹായത്തിന് അയച്ച ആളാണെന്നാണ് ഞാൻ കരുതിയത്. വള്ളിക്കടം പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്, പക്ഷെ എന്നാ കാര്യത്തിനാന്ന് പറഞ്ഞില്ലായിരുന്നു. കുഴപ്പമില്ല, എങ്ങനത്തെ ആളാ സഹായത്തിന് വേണ്ടെന്ന് പറഞ്ഞാ നമുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ, എങ്കിൽ വീട്ടിൽ പോയി സംസാരിക്കാം. വണ്ടി ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ഞാൻ ആ ഷൂട്ടിന്റെ തിരക്കിൽ നിങ്ങളെ കൊണ്ട് സാധനങ്ങളെല്ലാം എടുപ്പിക്കുകയും ചെയ്തു. റിയലി സോറി മിസ്റ്റർ ഐമനം. ആളറിയാതില്ല, സാരമില്ല. ഓക്കെ. അപ്പോൾ അനാഥാലയങ്ങളെ പറ്റി ഒരു ഡോക്യുമെന്ററി. യാ വർഗീച്ചേട്ടാ, ക്ലിയർ ചെയ്തോളൂ. ജോലിയുടെ സ്വഭാവം മനസ്സിലായി, പക്ഷെ പറ്റിയ ആളെ കിട്ടാനാ പാട്. സാരമില്ല, സംഘടിപ്പിക്കാം. എന്നാ ശമ്പളം കൊടുക്കും? ഒരു 2000 rupees കൊടുക്കാം. ആണ്ടേ, മാഡത്തിന് ഇവിടുത്തെ സ്ഥിതിയൊന്നും അറിയാൻ മേലാത്തോണ്ട് 2000 രൂപയ്ക്ക് നാളെ കിട്ടുകയാണ്. അയ്യോ, പെർ ഡേ 2000 കൂടുതലൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പെർ ഡേ 2000 rupees. പെർ ഡേ 2000. അതെ, 2000. ആളെ സംഘടിപ്പിക്കാം, പറ്റിയ ആളെ സംഘടിപ്പിക്കും. പക്ഷെ വള്ളിക്കാടൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് 600 ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് മാഡത്തിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഒരാള് അല്ല ഉണ്ടാവും, അന്വേഷിച്ചാ കിട്ടും. അല്ലെങ്കിൽ ഇത്രമാത്രം ഭാവനയും കഴിവും ഉത്തരവാദിത്വം ഒക്കെ ആവശ്യമുള്ള ജോലി ആയതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റെടുക്കാം. എന്നാ? ഓ സോ കൈൻഡ് ഓഫ് യു. അപ്പൊ ശമ്പളം കൂടാതെ മിസ്റ്റർ ഐമനത്തിന് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? സത്യം പറഞ്ഞ വളരെ ബിസി ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറാണ് ഞാൻ. ഓ, ജോലിക്കിടയിൽ ഹൈക്കമാൻഡ് എന്ന് വല്ല VIP തന്നെ കാണണം നിർബന്ധം പിടിച്ചാൽ ഒന്ന് പോയച്ചു വരേണ്ടി വരും. അത് കുഴപ്പമില്ല, പക്ഷെ മുൻകൂട്ടി പറഞ്ഞേക്കണം. പിന്നെ മിസ്റ്റർ ഐമനത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ? ലോ കോളേജിലായിരുന്നു. അപ്പൊ തൊട്ട് പൊളിറ്റിക്സ് തലലോട്ട് കയറിയതുകൊണ്ട് കംപ്ലീറ്റ് ഒത്തില്ല. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മിസ്റ്റർ ഐമനത്തിനൊന്നും തോന്നരുത്. എന്നാ? ജോലിയുടെ ഭാഗമായിട്ട് നമ്മളൊന്നിച്ച് യാത്ര ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അടുത്തിടപഴകുമ്പോൾ മിസ്റ്റർ ഐമൻ എന്നെ തെറ്റിദ്ധരിച്ചേക്കരുത്. എന്നാ തെറ്റിദ്ധാരണ? എനിക്ക് ഇവിടുത്തെ രീതികളെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. എന്നാലും പെണ്ണുങ്ങളോടുള്ള മലയാളികളുടെ അപ്രോച്ചിൽ എന്തോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാൻ വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ ഒരാൾ ജോയിൻ ചെയ്തു. കണ്ടാ നല്ല മാന്യൻ, പക്ഷെ അടുത്ത് പെരുമാറിയപ്പോഴാണ് അയാളുടെ തനിനിറം മനസ്സിലായത്. പരിചയപ്പെട്ട് 2ാം ദിവസം തന്നെ അയാൾ എന്നെ പ്രപ്പോസ് ചെയ്തു. അങ്ങനത്തെ ചില ഞരമ്പുകൾ എല്ലായിടത്തും ഇല്ലയോ, പക്ഷെ ജനറലൈസ് ചെയ്യണ്ട. അയ്യോ, മിസ്റ്റർ ഐമൻ അങ്ങനത്തെ ആളാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സത്യത്തിൽ മിസ്റ്റർ ഐമൻ എന്നെ മാഡം എന്ന് വിളിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. പ്രായം കൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അയ്യോ, അത് ഞാൻ ചുമ്മാ തമാശക്ക് വിളിച്ച വെറുതെ. ഉദാഹരണത്തിന് ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു മിസ് കോൾ വന്നാ ഞാൻ തിരിച്ച് വിളിക്കല, അത് പിന്നെ വലിയ വിവാദമാകത്തില്ലയോ? ഓ, രണ്ടാമത്തെ കാര്യം, ഞാനൊരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡാ. മൂന്നാമത്തെ കാര്യം, എന്റെ സങ്കല്പത്തിലുള്ള പെങ്കൊച്ചിന് ഇച്ചരെ കൂടെ സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് വേണം സേഫാ. ഓക്കേ, കൂൾ. അപ്പൊ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. ശരി, പോയിക്കോട്ടെ. ട്രിഗർ കൊണ്ടുപോയിട്ടാവും. ഓക്കേ ഓക്കേ, താങ്ക് യു ഫാദർ, ദാറ്റ്സ് ഇനഫ്. ആയിക്കോട്ടെ. എല്ലാവർക്കും മിഠായി തരട്ടെ? വേട്ടി കെടുത്താ പോറ്. എന്നാ സീനറിയാ മാഡം, ഇത് കണ്ടില്ലായോ? ഫ്രെയിമിൽ മാറൂ പ്ലീസ്. ഓ, ഞാൻ വിചാരിച്ച എന്നെയാണ്. മാഡം ആണ്ട ഫ്രെയിമിൽ ഒരു ബീഫ്. എന്നാ കാനഡ ബീഫ് ഇല്ലായോ? എന്നാ വസ്തുശില്പ ഇല്ലയോ? വസ്തുശില്പം അല്ല, വാസ്തുശില്പം. ഈ വീടിനും പുരയിടത്തിനൊക്കെ വസ്തു എന്നല്ലയോ പറയുന്നത്? അത് വസ്തു, ഇത് വാസ്തു. മാഡം ഇവിടെ അടിപൊളി സീനറി ഉണ്ട്, സായിപ്പ് കണ്ടാ ഞെട്ടും. ഏയ്, ആർ യു ഓക്കേ? ഇപ്പൊ വീണേനെ. ഓ, ഡ്രസ് മൊത്തം അഴുക്കായല്ലോ, മാറ്റണ്ടേ? വേണോ? പിന്നെ അയ്യോ, കതറ് കിട്ടിയില്ലേ? തൽക്കാലം ഇതേ കിട്ടിയുള്ളൂ, വേഗം ചേഞ്ച് ചെയ്തോളൂ. ഇവിടെ വെച്ചാ? പിന്നെ എവിടെ വെച്ചാ? മാഡം നേരെ നോക്കി നോക്കല്ലേ. ആള് കുറച്ച് ഷൈ ആണല്ലേ? അങ്ങനൊന്നുമില്ല,
ഷെയിംലെസ് അല്ല. സ്റ്റോപ്പ് സൈഡ് ആക്കിടാ. ഒതുക്കിട്. അയ്യോ എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഇല്ല. പ്രശ്നമാവോ? പോലീസല്ലേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇത് വൺ വേ ആണെന്ന് അറിയില്ലേ? സോറി സർ, എനിക്കറിയില്ല. ലൈസൻസ്. അതെ സാറേ, മാഡം കാനഡയിൽ നിന്ന് വന്നോളൂ. ഇവിടുത്തെ റോഡൊന്നും പരിചയം. താനാരാ? ഞാൻ യൂത്ത് കോൺഫറൻസ് മണ്ഡലം പ്രസിഡന്റ് ഐമനം സിദ്ധാർത്ഥ്. കതർ വണ്ടിയിലുണ്ട്. സർ ലൈസൻസ് എൻ്റെ കയ്യിലുണ്ട്, ബട്ട് ഇറ്റ്സ് ഇന്റർനാഷണൽ ലൈസൻസ്. ഇപ്പൊ കയ്യിലില്ല. ആഹാ, അപ്പൊ ലൈസൻസ് ഇല്ലേ? എങ്കിൽ വേറെ ഇറങ്ങിക്കോ, വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോകണം. മാഡം പേടിക്കണ്ട, ഞാൻ DYSP ചന്ദ്രൻ സാറിനെ വിളിക്കാം. അതോ ഹോം മിനിസ്റ്റർ വിളിക്കാം? താൻ ആരെങ്കിലും വിളിക്കണോ? താൻ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് കാണണമല്ലോ. തനിക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. CM-നോട് സംസാരിക്കുന്ന കാണണോ? CM ഇപ്പൊ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട്. എക്സ്ക്യൂസ് മീ സർ. ഹലോ CM. ഐ എം റിയലി സോറി സർ. ശരി, താങ്ക് യു സർ. വാ പോവാം. ഇതങ്ങനെ വിട്ടാ പറ്റില്ലാന്നേ. കൊച്ചേ, ഈ VIP ഞാൻ ആരാ തന്നെ കാണിച്ചത്? ജനാർദ്ദൻ അല്ലേ? കം ഐമനം, ലെറ്റ്സ് ഗോ. കയറ് പോകാം. തന്നെ കാണിച്ചു തരാം. എടുത്തോട്ട് പോടോ. കാണോളൂ. അയക്ക് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്. നമ്മളോടാ കളി. Such a tiring day. പോയിക്കോട്ടെ മാഡം. Thank you. മിസ്റ്റർ ഐമനം, ശമ്പളം വേണ്ടേ? துணி வாங்குறதுக்கு ദാ. അപ്പൊ താങ്ക് യു. 1000 ரூபாய் இருந்துச்சுல அப்பலாம். 1000 ரூபாய் இருந்துச்சுல. അമ്മേ അച്ഛാ. വെച്ച് നാട്ടുകാരെ ഉണർത്താതെടി. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ കാശ് കൊണ്ട് അരി വാങ്ങിച്ച് മരിച്ചാൽ മതി എന്ന് പറയാറില്ലേ? ഇതാണ്. പക്ഷെ പെട്ടെന്ന് മരിക്കണ്ട. അതുകൊണ്ട് വെക്കമ്മേ, അച്ഛൻ ഒരു ഷർട്ടും മുണ്ടും, ചേച്ചിക്ക് ഒരു ചോക്ലേറ്റ്, നിനക്കും ഒരു ചോക്ലേറ്റ്, മുത്തശ്ശിക്ക് സ്പെഷ്യൽ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ. അല്ല, കതറൊക്കെ മാറ്റിയോ? ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റ് ഭാഗമായിട്ടോ. അല്ല, ഈ കതർ മാറ്റുമ്പോ 2000 രൂപയ്ക്ക് പിന്നെ അതങ്ങ് പെർമനന്റ് ആയിട്ട് മാറ്റുന്നതല്ലേ നല്ലത്. ശരിട്ടാ, കതർ മാറ്റി ഒരു ഉത്തരവാദിത്വം നമുക്ക് വേണ്ട. ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് കരുതിയാൽ മതി. ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്റെ പൊന്നമ്മ? 500 രൂപ കൊടുത്തു. എന്നാടാ രൂപേഷേ? സിദ്ധു, അത്രയ്ക്ക് ഉത്സാഹമൊക്കെ മതി. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ മാറി നിന്നേക്കാം. വേണ്ട, പാർട്ടിക്ക് ഈ സീറ്റ് അത്യാവശ്യമല്ലേ. പണി നടക്കട്ടെ. നിന്നെ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. വിളിച്ചോളാം. ഈ കാറിൽ ഹാൻഡ്സ് ഫ്രീ ഫെസിലിറ്റി ഉണ്ടല്ലോ. അതെന്നെ? ഫോൺ എടുക്കാതെ തന്നെ സംസാരിക്കാം. ഇങ്ങ് തരൂ, ഞാൻ കണക്ട് ചെയ്യാം. ഇനി ഫോൺ വരുമ്പോ ചുമ്മാ സംസാരിച്ചാൽ മതി. ആൻസർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നല്ല ആളാ. എത്ര പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് അയച്ചു. എന്നാ പറ്റിയടാ? ഹലോ. അത് പിന്നെ ഞാൻ ഇലക്ഷന്റെ തിരക്കിലായി പോയി, അതാ വിളിക്കാൻ പറ്റാ. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം പോലും മറന്നു. ഒന്ന് വിളിച്ച് വിഷ് ചെയ്യുന്ന പോട്ടെ, മെസ്സേജ് പോലും അയച്ചില്ല. ദുഷ്ടൻ. അതെ, ഞാൻ വണ്ടി ഓടിക്കുക. ഭയങ്കര ട്രാഫിക്. വെക്കല്. ഒരു ഒറ്റ കാര്യം, എത്ര തിരക്കുണ്ടായാലും ഇന്ന് വൈകിട്ട് ഡിന്നർ എന്റെ കൂടെ. വെറും ഡിന്നർ അല്ല, കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഓക്കെ? അന്ന് ഞാൻ പറഞ്ഞില്ലയോ, ആ കുട്ടിയാ. മാഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുമ്പോ കാൻഡിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് പോണോ അതോ ഹോട്ടലുകാർ തരുമോ? അല്ല, ഡിന്നർ കുറെ കഴിച്ചിട്ടുണ്ടെങ്കിലും കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആദ്യം. നല്ല റെസ്റ്റോറൻറ്റ്സിൽ അതൊക്കെ ഉണ്ടാവും, ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കാശ് എനിക്കൊരു പ്രശ്നമല്ല. എന്താ ബർത്ത്ഡേ ഗേളിന്റെ പേര്? ദിവ്യ. ഓ, നൈസ് നെയിം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാ ഏരിയ നാളെ നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ കഴിക്കുന്നില്ലയോ? നേരം ഉണ്ടായിട്ടാണ്, ഞാൻ വന്നില്ല. ഹലോ. സിദ്ധാർത്ഥൻ, നമസ്കാരം സാർ. കണ്ടിട്ട് കുറെ നാളായല്ലോ. തിരക്കായിരുന്നോ? സിദ്ധാർത്ഥ ഇരിക്കെ. ഞങ്ങൾ അപ്പുറത്ത് കഴിക്കാം. ശരി. റബ്ബർ ബോർഡ് ചെയർമാനാ ഫിലിപ്പ് സാർ, ACC മെമ്പറാ. ബർത്ത്ഡേ ദിവസം വീട്ടിൽ നിന്ന് കഴിക്കാതെ എവിടെ പോവാന്ന് അച്ഛൻ ചോദിച്ചു. സിദ്ധുവിന്റെ കൂടെയാന്ന് പറഞ്ഞപ്പോ ഒന്നും മൂളി. എതിരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഹലോ സിദ്ധാർത്ഥ, ഇത് ആരാ ഇത്? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇത് എവിടെയായിരുന്നു ഇത്ര നാളായി? ഞാനിവിടെ ഇല്ലായിരുന്നു. ഗ്രൂപ്പ് തമ്മിൽ പല തർക്കമൊക്കെ കാണും, പക്ഷെ അതിലൊന്നും കാര്യമില്ല. ജനങ്ങൾ അങ്ങനെ അക്കാഡം സാറിനെ പോലെ ആളുടെ അതെ, അത്രേ ഉള്ളൂ. ദിവ്യ, ദിവ്യ, ഒരു കാര്യം പറയാൻ പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ സില്ലി. പാവം കുട്ടി. പാവമൊക്കെ തന്നെയാ, പക്ഷെ ഇച്ചിരി പൈങ്കിളിയാന്നേ. പ്രേമാണെങ്കിൽ പിന്നെ പൈങ്കിളിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുള്ളതാ, പക്ഷെ മെനക്കെട്ട പരിപാടിയാ. അതെന്താ? നമ്മൾ ഈ നാട്ടുകാര്യങ്ങളുടെ പുറകിൽ ഓടുന്നതിനിടയിൽ ഗുളിക കഴിക്കുന്ന പോലെ 3 നേരം ഫോൺ ചെയ്യണം, സ്പെല്ലിംഗ് തെറ്റാതെ മെസ്സേജ് ചെയ്യണം. എന്നാ ഇംഗ്ലീഷാ? പിന്നെന്തിനാ ഇതിനിറങ്ങി പുറപ്പെട്ടെ? എന്നായാലും ഒരുത്തി വേണ്ടായോ? എന്റെ ലൈഫ് നാട്ടുകാർക്ക് വേണ്ടി കാര്യത്തിൽ അവള് സേഫാ.
അവളുടെ അച്ഛൻ്റെ നല്ല കാശുണ്ട്. ഒറ്റ മോളാ. ഞാൻ വല്ല MLA-യോ മന്ത്രിയൊക്കെ ആകുമെന്ന് അങ്ങേർക്ക് ഉറപ്പുള്ളതുകൊണ്ട് എതിർപ്പൊന്നുമില്ല. കാശിന് വേണ്ടി കിട്ടുന്നതല്ല കേട്ടോ. കുടുംബം സേഫ് ആവും. അല്ല പിന്നെ ദിവ്യ പ്രേമോ എന്നൊക്കെ പറഞ്ഞ് ജീവിതം കളഞ്ഞിട്ട് എന്നാ കാര്യം? എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ ഒരാള്. അതാരാ? ഓ, എൻ്റെ ചേച്ചി. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഡോക്ടറായിട്ട് പ്രേമത്തിലായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ വേറെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പോയി. ഇപ്പൊ കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ദിവ്യ പ്രേമത്തിന്റെ വാശി തീർക്കുക. പാവം. ഓ ഓക്കെ, ഞാനിപ്പോ റെഡിയാകാം. ഗിവ് മീ 5 minutes. മാഡം മലയാളം വായിക്കൂ? അല്ല, ഈ പുറത്തൊക്കെ ജനിച്ചു വളർന്നവർക്കേ മലയാളം എഴുതാനും വായിക്കാനും അറിയാൻ മേലായിരിക്കുമല്ലോ. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് വായിക്കാതിരിക്കാൻ ഡെയിലി 5 പത്രം വായിക്കും. ദേശാഭിമാനിയാണ്. വേറൊന്നും വായിക്കാറില്ലേ? വേറെ എന്നതാ? നോവൽ, കഥ, അങ്ങനെ എന്തെങ്കിലും? പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടില്ലേ? ഖസാക്കിന്റെ വേറെ എന്താണ്ടൊക്കെ വായിച്ചിരിക്കുന്നത്. ഇതിഹാസം വായിക്കാൻ സമയം കിട്ടിയില്ല. ഖസാക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ സിനിമയ്ക്കൊക്കെ കഥ എഴുതിയിട്ടുള്ള അങ്ങനെയല്ലയോ മലബാറിലുള്ള ടിഎ ഖസാക്ക്? ഓ, എവിടെ പോയിരുന്നു? എത്ര ഹോൺ അടിച്ചു? അറിഞ്ഞില്ല കുഞ്ഞെ, സോറി. ഹേയ് മെറിൻ. ഹായ് ഐറിൻ. എത്ര നാളെ കണ്ടിട്ട്? യാ, ഇറ്റ്സ് ബീൻ ലോങ് ടൈം. ദിസ് ഇസ് ഐറിൻ. കാനഡയിൽ എൻ്റെ നെയ്ബർ ആയിരുന്നു, ജോഹാൻ. ഹായ്, ഗ്ലാഡ് ടു മീറ്റ് യു. കം ഇൻ. യാ. ബാക്സിലെ മാസ്റ്റർ ബെഡ്റൂമിൽ വെച്ചോളൂ. ഓ, ജോഹാൻ, there is your room for tonight. Okay, cool. And Irene, how's my home? Yeah, sweet home. Irene ആകുമ്പം വൃത്തികേടാവാതെ യൂസ് ചെയ്യുന്ന എനിക്കറിയാം. യാ, ഞാൻ നിന്റെ വീടൊന്നും വൃത്തികേടാക്കിയിട്ടില്ല. Right? It's well maintained. Thank you. നീ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണോ? ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് 4-5 ദിവസമായി. വണ്ടൻമേട്ടിൽ ജോഹാന്റെ ഫാമിലിക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെയായിരുന്നു. Come on, don't stare at me. I'm not a Mother Teresa like you. എന്ന് വെച്ച് മമ്മി വിളിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞേക്കരുത്. So you've grown up. ഐറിൻ, ബാംഗ്ലൂരിൽ എൻ്റെ വണ്ടി ഒരു ഫ്രണ്ട് കൊണ്ടുപോയി ഇടിച്ച് സ്ക്രാപ്പാക്കി. രാവിലെ ഞാൻ പോകുമ്പോൾ ഇവിടുത്തെ വണ്ടി കൊണ്ടുപോകും. ഐറിന് ബുദ്ധിമുട്ടാവില്ലല്ലോ? No, I'll manage. Okay, thank you. Good night. Good night. സൂക്ഷിച്ചു പോണം. Take care. You too. വണ്ടി എങ്ങോട്ടാ പോയത്? ആരാ അത്? എൻ്റെ സിസ്റ്ററാ, ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുക. അവളുടെ കാർ വർക്ക്ഷോപ്പില്ല. അപ്പം ഞാനാ പറഞ്ഞേ എൻ്റെ കാർ എടുത്തോളാൻ. ഓ, നമുക്ക് ഇന്നെങ്ങനെയും മാനേജ് ചെയ്യാം. നാളെ തൊട്ട് എൻ്റെ കാർ എടുക്കാം. ശരി. അപ്പൊ കയറിയിരിക്കൂ, ഞാനിപ്പോ വരാം. തള്ളാതെ മാറിക്കോ. ഈ ബാഗം പിടിക്കും. എന്തു പറ്റി? എല്ലാം കൂടെ ഒന്ന് തള്ളി കയറിക്കോളൂ മനുഷ്യനെ പീഡിപ്പിക്കാൻ. ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് ചേരുകയല്ലേ? മനഃപൂർവ്വം അല്ലല്ലോ, തിരക്കല്ലേ. മാഡത്തിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ മേലാത്തോണ്ടാ. ഞാൻ ഈ പെൺകുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ആരെങ്കിലും ഫോട്ടോ എടുത്ത് നെറ്റിലിട്ടാ എന്റെ രാഷ്ട്രീയ ഭാവി എന്താവും? ഓഹോ, അപ്പൊ ഇമേജ് ആണ് പ്രശ്നം. അല്ലാതെ ഈ പെൺകുട്ടികൾ ദേഹത്ത് തൊട്ടൊരുമി നിന്ന മിസ്റ്റർ ഐമനത്തിനൊന്നും തോന്നിയിട്ടല്ല. എന്തു തോന്നാൻ? ഒന്നും. മാഡം, ആത്മനിയന്ത്രണമുള്ള ഒരാൾ ഒന്നും തോന്നുകയല്ലേ? ഓ, ഗുഡ്, വെരി ഗുഡ്. ഇത്രയും ആത്മനിയന്ത്രണമുള്ള യങ്സ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ല. കീപ് ഇറ്റ് അപ്പ്. വേണ്ട, ഞാൻ കൈ പിടിച്ചോളാം. Oh my God. எதுக்குடா வேணுண்டே போட்டு தங்கச்சி வர கேட் ஓப்பன் பண்ணி விட்டு போயிடுச்சு. தங்கச்சி போய் சொல்லியிருக்கேன். என் ஃப்ரெண்டு தானே சொல்லிச்சு. இவன்கிட்ட போய் சொல்லிட்டு മാഡം ഇറങ്ങിക്കോളൂ, ഞാൻ പോരാ. അയ്യോ വാ, എനിക്ക് മാഡം പ്ലീസ്, മാഡം ഇവിടെ ഇറങ്ങിക്കോളൂ, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിട്ട് പോരാ. മാഡം പ്ലീസ് ഇറങ്ങൂ, മാഡം പ്ലീസ്. എന്നാടാ? ഓ, പ്രശ്നമൊന്നുമില്ല. വിമല രാമനാഥൻ വള്ളിക്കാടിനെ കൂട്ടി വന്നിരിക്കുകയാണ് നിന്നെ അനുനയിപ്പിക്കാൻ. അരെ വാ, ഇത്രയും നല്ല കപ്പ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ട്. എനിക്ക് എന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ? ലൈറ്റ് പോട്ടാ വീട്ടില്. ആദ്യം വെള്ളം ചൂടാക്കണം. സിദ്ധാർത്ഥം വന്നല്ലോ. നമസ്കാരം സിദ്ധാർത്ഥി. ഞാൻ അമ്മയോട് കപ്പയുടെ റെസിപ്പി ചോദിക്കായിരുന്നു. കപ്പയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാലോ. ആദ്യം കുറച്ച് ചെറുപയർ പൊടിയും സാമ്പാർ പൊടിയും ശർക്കര പൊടിയും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും ക്യാപ്സിക്കോണും സോയാ സോസും ചില്ലി സോസും അജീനമോട്ടോ ഇട്ട് കഴിയുമ്പോൾ എവിടെ വോട്ടന്വേഷിച്ച് എന്നാലും സിദ്ധാർത്ഥിയെ ചോദിക്കാം. എന്താ എനിക്ക് വേണ്ടി ഫീൽഡിൽ ഇറങ്ങാത്തെ? അതുകൊണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നാ ഞാൻ.
പിന്നെ ഇന്നിപ്പോ ഇത്ര ലേറ്റ് ആയില്ലേ, നാളെ നമുക്ക് രാവിലെ ഇറങ്ങാം. എന്നാ എന്റെ പിന്നാലെ നടന്ന് സ്വൈരം കെടുത്തിയപ്പോ ഞാൻ ഒന്നൊപ്പം വന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അതിനിടയ്ക്ക് ഇലക്ഷനും കഴിഞ്ഞു കിട്ടും. അതുവരെ എന്നെ ഒന്ന് വെറുതെ വിടണം. എന്താണ് ഒരു ഗൂഢാലോചന? ചില ഇലക്ഷൻ തന്ത്രങ്ങൾ അങ്ങനെ പലതും നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ നാളെ രാവിലെ തന്നെ ഓഫീസിലെത്തില്ലേ? പിന്നെ അമ്മ അച്ഛാ ശരി. ഗുഡ് നൈറ്റ്. ഓ ഉണ്ടാവില്ലേ നാളെ അവിടെ? സിദ്ധുവേ സുഖല്ലേ? അല്ല ഇലക്ഷൻ വർക്കിനൊന്നും ഇല്ല, പോണം, തിരക്കുണ്ടായിരുന്നു. ഗുഡ് ഈവനിങ് ഫാദർ. എന്ത് അത് ഫാദർ, എനിക്ക് കുറച്ച് ഉറക്ക പറയൂ കുട്ടി. എനിക്ക് ചിലരോടൊക്കെ കുറച്ച് കള്ളം പറയേണ്ടി വന്നു ഫാദർ. അച്ഛന്റെ ചെവിയെ ഇച്ചിരി പതുക്കിയ ആരെങ്കിലും കുമ്പസാരിച്ച ഇടവക്കാര് മുഴുവൻ കേൾക്കും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി സംസാരിക്കാം. ആരോടാ കള്ളം പറഞ്ഞത്? കുമ്പസരിക്കുന്നത് ഞാൻ കേട്ടു. അയ്യോ, ഞാൻ ബൈ ചാൻസ് കേട്ടതാ. എന്താണെന്നും കേട്ടില്ല. അപ്പോഴേക്കും കപ്പിയാരോ തന്നെ അവിടെ മാറ്റി. കുംഭസാരം ദൈവത്തിനോടുള്ള രഹസ്യമാണ്, അത് ഒളിഞ്ഞു കേൾക്കാനുള്ളതല്ല. Sorry to disturb you, ma'am, in this late hours. I am from Karnataka Police. He is from Special Investigation Team, Delhi. How can I help you, sir? Can you please show me your ID proof? I mean, passport? Yeah, sure. Just a moment. Okay. Please come in and have a seat. Yeah. I'll get it. Sir. So, you're a Canadian citizen, right? Yes, I am. Get me your mobile. Also your laptop. Why, sir? What's going on here? I really don't understand. Sorry, ma'am. You need to come with us for further verification. Why, sir? I'm sorry. What's wrong? Please cooperate with us. You have to come with us right now. Can I change my address? Of course. But don't be late. Yeah, okay. தங்கச்சி என்ன பண்ணிச்சா? அந்த டைம்ல வந்து you have to come with me. எந்த கவர்மெண்ட் எம்ப்ளாயிடா அப்படி பண்றாங்க? ഹലോ, എന്തിന്? வீட்டு வேலை பண்ணி முடிச்சு ഞാനിപ്പോ തന്നെ വരാം. இன்ஃப்ளூயன்ஸ் பயன்படுத்த போறாரா? இவரோட கசின் தானே சொல்லியிருந்தேன். സാറകത്തുണ്ട്. വാ, ரிலேட்டிவ்னு. ഓ ശരി. ആ இந்த ஒரு போலீஸ்காரனா இருக்குமோடா? ആളിപ്പോ SP ഓഫീസിലാ. അതുകൊണ്ട് ഇന്നിന് പോയിട്ട് കാര്യമില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചോ? അറിഞ്ഞെടുത്തോളം അല്പം ഒരു സീരിയസ് ഇഷ്യൂ ആണ്. വിദേശത്തേക്ക് അവയവക്കടത്ത് നടത്തുന്ന ഒരു റാക്കറ്റിന് മേൽ ചുറ്റിപ്പറ്റിയുള്ളൊരു കേസാണ് ഇത്. കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെയുള്ള ഓർഫനേജുകളെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആക്ടിവിറ്റി. ഒരു ഓർഫനേജാ പോയിട്ട് വീഡിയോ എടുത്തുறாங்க. വള്ളിക്കാടൻ സാറിനെ പോലെ ഒരാള് ഇതിലേക്ക് ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. സാർ, SP വിളിക്കുന്നു. വന്നേ. നമസ്കാരം മാഡം. നമസ്കാരം, ഇരിക്കൂ. ഓ, പള്ളിക്കാടനെ ഇതുവഴിയൊന്നും കാണാറില്ലല്ലോ. വന്ന് കാണാറില്ലെങ്കിലും മേഡത്തിന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. എന്തെങ്കിലും ജെനുവിൻ കേസിനല്ലാതെ പള്ളിക്കാടൻ വിളിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഐമനം സിദ്ധാർത്ഥൻ, യൂത്തിന്റെ മണ്ഡലം പ്രസിഡന്റാ. അറിയാം, ബൈ ഇലക്ഷന് കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ആളല്ലേ. ഇപ്പൊ പുറത്തേക്ക് പോയ പെൺകുട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടപ്പെട്ട കുട്ടിയാ. ശരിക്കും എന്താ പ്രശ്നം വേണം? അതോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ. ശരിക്കുള്ള ആളെ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചു. ഓൺ കനേഡിയൻ ലേഡി ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടി പെട്ടുപോയേനെ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഫോർമാലിറ്റിയോടെ കഴിഞ്ഞാൽ കൂട്ടി കൊണ്ടുപോവാം. ഡോക്യുമെന്ററിയുടെ കാര്യമായിരുന്നു എന്നോട് പറഞ്ഞു. പക്ഷേ കേരളത്തിലേക്കുള്ള അവരുടെ വരവിന്റെ ഉദ്ദേശം അതല്ല. പിന്നെ ഇത്ര ക്ലോസ് ആയിട്ടും നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലേ? അതെന്തായാലും പോലീസിന്റെ ഇൻട്രസ്റ്റിൽ പെടുന്ന കാര്യമല്ല. നേരിട്ട് ചോദിച്ചു നോക്കൂ. ശരി മാഡം, താങ്ക് യു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇവരാണ് ഈ വീടിൻ്റെ ഉടമസ്ഥർ. പക്ഷേ ഇവരെൻ്റെ അച്ഛനമ്മയല്ല. ഇതാണ് എൻ്റെ പപ്പയും അമ്മയും. പക്ഷേ ഞാൻ അവരുടെ മകളല്ല. കാനഡക്കാരായ പീറ്റർ ഗാർഡനർക്കും എലിസബത്ത് ഗാർഡനർക്കും വയസ്സുകാലത്താണ് ഒരു പെൺകുട്ടി ദത്തെടുക്കാൻ തോന്നിയത്. ലോകത്തിൻ്റെ ഇങ്ങേ മൂലയിലുള്ള ഈ ചെറിയ നഗരത്തിൽ നിന്നാണ് അവർക്ക് എന്നെ കിട്ടിയത്.
ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കുട്ടിയായിരുന്നു ഞാൻ 2-3 വർഷം മുമ്പ് വരെ. 82 വയസ്സിലാണ് പപ്പ മരിച്ചത്, 76-ലും അമ്മയും. ഞാൻ വീണ്ടും പഴയ അനാഥ കുട്ടിയായി. എനിക്ക് ജീവിക്കാനും പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒതുക്കി വെച്ചിട്ടായിരുന്നു അവർ പോയത്. കാനഡയിലെ വാൻകൂവറിലുള്ള ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു ഈ വീടിൻ്റെ ഉടമസ്ഥരായ അലക്സാണ്ടർ അങ്കിളും ഗ്രേസി ആൻറ്റിയും. അവരാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. കഴിഞ്ഞ വർഷം അവർ അമേരിക്കയിലുള്ള അവരുടെ മൂത്ത മകളുടെ അടുത്തേക്ക് പോയി. ശരിക്കും തനിച്ചായി പോയ ഒരാളുടെ പെയിൻ ഒരുപാട് ആൾക്കാരുള്ള നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു ഓർഫിന് മാത്രം മനസ്സിലാകുന്ന ഡീപ്പ് ഇമോഷനാണത്. ചിലപ്പോൾ അത് വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേറ്റിലെത്തിക്കും. അങ്ങനെ ഒരു മൊമെൻറ്റിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. എൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും ഇവിടെ എവിടെ ഉണ്ടാകില്ല എന്നൊരു തോന്നൽ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം കാണാൻ പറ്റിയെങ്കിലും എന്നൊരാഗ്രഹം. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതിന് ഈ ഡോക്യുമെന്ററി നാടകത്തിന്റെ ആവശ്യം എന്നാത്തിനായിരുന്നു? റൂട്ട്സ് തപ്പി നടക്കുന്ന ആൾക്കാരുടെ ന്യൂസ് നമ്മൾ ടി വിയിലും പത്രത്തിലൊക്കെ കാണുന്നില്ലേ? മീഡിയക്കാരോട് ഒരു വാക്ക് പറഞ്ഞിരുന്ന അവർ തപ്പിക്കൊണ്ട് വരത്തില്ലായോ അച്ഛനും അമ്മയൊക്കെ? നോനോ, അത് തന്നെ എൻ്റെ പേടി. എൻ്റെ വരവിൻ്റെ പേരിൽ അവർ വിഷമിക്കാൻ പാടില്ല. സൊസൈറ്റി അവരെ മോശക്കാരെ കരുതാനും പാടില്ല. അവർ പോലും അറിയാതെ ഒന്ന് കണ്ടിട്ട് പോകണം, അത്രേ ഉള്ളൂ. അത് ശരി. അപ്പം നിങ്ങളുടെ ലൈറ്റും ക്യാമറയും പിടിച്ച് കാറും ഓടിച്ച് പുറകെ നടന്ന ഞാനൊരു പൊട്ടൻ. മാഡം, നിങ്ങൾ ഭയങ്കര സ്മാർട്ടാ. ചെയ്യുന്ന ജോലിയുടെ ഉദ്ദേശം പോലും അറിയാൻ അവകാശമില്ലാത്ത ഒരാളുടെ സഹായം നിങ്ങൾക്കിനി ആവശ്യമില്ല. കാറിന്റെ താക്കോൽ இவர் மட்டும் ஒழுங்கா 2000 ரூபாய் ஒண்ணு இன்டர்ல என்ன இது ഒന്നും പെரிய തപ്പ് பண்ணல அந்த பொண்ணு. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ് മാഡം. എനിക്കൊരു ടിക്കറ്റ് വേണം. കൊച്ചിൻ ടു വാൻകൂവർ. വാൻകൂവർ? യെസ്, കാനഡ. ഏർലിയസ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണേ. ഓക്കെ മാഡം. ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? മൈ നെയിം ഇസ് ഐറൻ ഗാർഡനർ. IRENEGARDNER. ഓക്കെ. വിച്ച് ക്ലാസ് മാഡം? എനി ക്ലാസ് ഇസ് ഫൈൻ. ഓക്കെ മാഡം. ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? വേണ്ട. അതായിരുന്നു പ്രശ്നം. വേണമെന്നല്ലേ കുട്ടാ? അമ്മ മറന്നു പോയിട്ടല്ലേ? നാളെ ഓഫീസിൽ നിന്ന് വരുമ്പോ അമ്മ പുതിയതൊന്ന് ഉറപ്പാണട കുട്ടാ. വാ, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ. ഹലോ. ഹലോ മാഡം, ഗ്ലോബൽ ട്രാവൽസ് നിന്നാണ്. വാൻകൂവർ ടിക്കറ്റ് മറ്റന്നാളത്തേക്ക് അവൈലബിൾ ആണ്. കൺഫേം ചെയ്യട്ടെ? നോ, ഞാൻ പറയാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ദോ. ഓ, ഇറ്റ്സ് ഓക്കെ മാഡം. ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ. ഫോൺ വിളിച്ചെടുക്കാത്തതോ തിരിച്ചു വിളിക്കാത്തതോ മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതോ സമയമില്ലാണ്ടെന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. 24 മണിക്കൂർ ഒരു പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ആ വള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ച ജോലിയാണ്. അവരെനിക്ക് ശമ്പളവും തരുന്നുണ്ട്, ദിവസം 2000 രൂപ. ഓഹോ, അപ്പൊ കാശാണ് പ്രശ്നം അല്ലേ? ദിവസം 3000 രൂപ ഞാൻ തരാം. എന്റെ കൂടെ നിൽക്കോ? എടി, നീ എനിക്ക് കാശ് തന്നത് ശമ്പളം ആവുമോ? അല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ നടക്കാനുള്ള ആളല്ലേ ഞാൻ. അപ്പൊ വേണമെങ്കിൽ നീ എനിക്ക് ശമ്പളം എന്ന് വെച്ചാ എന്നെ സഹിക്കുന്നതിനുള്ള കോമ്പൻസേഷൻ അല്ലേ? ഇനി അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ വേറെ പ്രൊപ്പോസൽസ് നോക്കാൻ തുടങ്ങി. അയ്യോ, ഇത് പറയാനല്ല ഞാൻ വിളിച്ചോണ്ടിരുന്നേ. ശരിയാ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാനൊരു വിഡ്ഢി പൈങ്കിളി. കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോവാണ്. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്റെ തലയിൽ കയറത്തില്ല. എന്നെ വിശ്വാസം അല്ലെ? അച്ഛൻ പറയുന്ന അനുസരിക്കും. നീ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതം. അത്രേ ഉള്ളല്ലേ? ഞാൻ എന്ത് തീരുമാനിച്ചാലും പ്രശ്നമില്ല. ശരി, ഇത്രയും കാലം മറിച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ബാംഗ്ലൂരിൽ നിന്ന് മറിയനെ കുഞ്ഞിന്റെ കൂടെ ഒരു പട തന്നെ വന്നിട്ടുണ്ട്. Hey babe. Oh man. Wow. Look at him. Hey, see the other pic. Hey, not now. എനിക്ക് താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടുമോ വർക്കി ചേട്ടാ? കുഞ്ഞിനും അടുത്തു അല്ലേ? പക്ഷേ ഇതുപോലെ സൗകര്യമുള്ളൊരു സ്ഥലം കിട്ടാൻ പാടാം. എനിക്ക് അത്ര വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട. വൃത്തിയുള്ളൊരു മുറി, ബാത്റൂം, അത് മതി. നമുക്ക് ശരിയാക്കാം മോളെ. കുഞ്ഞിന്റെ സ്വഭാവത്തിനും അതാ നല്ലത്. அவங்க கஷ்டப்படுறாங்க, பாசத்துக்காக ஏங்குறாங்க.
എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. എന്താ ഈ ഹോസ്റ്റലിൽ? ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുമെന്ന് ആദ്യം നോക്കിയത്. കേരളത്തിലെ സിംഗിൾ വിമന് ഫ്ലാറ്റ് കിട്ടില്ലല്ലോ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ സെക്യൂർ ഇൻ ഹോട്ടൽസ്. പറ, എവിടെയായിരുന്നു ഇതുവരെ? ജനിച്ച് 3-ാം ദിവസം മുതൽ 3 വയസ്സ് വരെ ഐറീൻ ഗാർഡനർ എന്ന കനേഡിയൻ പെൺകുട്ടി ജീവിച്ച സ്ഥലം ഞാൻ കണ്ടെത്തി. വാട്ട്? എങ്ങനെ? കഴിവ്, സ്വാധീനം, ബുദ്ധി. കോട്ടയം ജില്ലയിലും പരിസരങ്ങളിലുമായി 20 വർഷം മുമ്പുണ്ടായിരുന്ന എല്ലാ മതങ്ങളിലും പെട്ട അനാഥാലയങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു. അതത്ര എളുപ്പമായിരുന്നില്ല. അവസാനം ദൂരെ കുറവലങ്ങാടിനടുത്തുള്ള ഒരു ചെറിയ ഓർഫനേജിന്റെ ഡീറ്റെയിൽസ് കിട്ടി. അത് ഈ ഡോക്യുമെന്റ് എടുത്ത് നടന്നാലൊന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. കാരണം ആ സ്ഥാപനം ഒന്നില്ല. അവിടെ പണ്ട് ജോലി ചെയ്യുന്ന ഒരു ആയെ കിട്ടി. അവരുടെ കയ്യിൽ നിന്നൊരു നിധിയും. എന്ത് നിധി? എക്സൈറ്റഡ് ആവണ്ട, ഒരു ചെറിയ തുമ്പ് കിട്ടി. കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചത് ഒരു റെയിൽവേ പോർട്ടറായിരുന്നു. ശിവരാമൻ എന്നാണ് അയാളുടെ പേര്. എന്നിട്ട് അത്രേ ഉള്ളൂ. ഈ ശിവരാമൻ ഇപ്പൊ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ മേല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? സദേൺ റെയിൽവേയിൽ അപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പോർട്ടർമാരെയും ലിസ്റ്റ് എടുക്കണം. അതിൽ എത്ര ശിവരാമന്മാരുണ്ടായിരുന്നു കണ്ടുപിടിക്കണം. അവരൊക്കെ ഇപ്പൊ എവിടാന്ന് നോക്കണം. നമുക്ക് കണ്ടുപിടിക്കാന്നേ. ചായ കുടിക്കും. 20 വർഷം മുമ്പുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. ഈ ഡിവിഷനിൽ ശിവരാമൻ എന്ന പേരുള്ള 14 പോർട്ടർമാരുണ്ടായിരുന്നു. അതിൽ 6 പേര് മരിച്ചുപോയി. 8 പേരുടെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഈ അഡ്രസ്സിലുണ്ടോ എന്നറിയില്ല. ഓഹോ, എന്തിനാ ഇപ്പോൾ ഇത്? അത് ഈ മാഡം റെയിൽവേ പോർട്ടർമാരെ പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. ഓ ശരി, ആയിക്കോട്ടെ. താങ്ക് യു. കളിയാക്കിയതാണല്ലേ? മാഡത്തിന്റെ ഡോക്യുമെന്ററി ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും. പക്ഷെ ഇവരെല്ലാവരും പല സ്ഥലങ്ങളിലല്ലേ? അതിനെന്നാ, അവിടെയൊക്കെ പോണം. പറഞ്ഞു. പണ്ടത്തെ പോലെ ഇപ്പൊ പണിയൊന്നുമില്ല. പാർസൽ സർവീസ് ഒക്കെ കുറവല്ലേ. റിട്ടയർ ചെയ്തിട്ട് 10 വർഷമായി. എന്നാലും സമയം കിട്ടുമ്പോ ഇവിടെ വന്നിരിക്കും. ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങ് പോകുന്നു. വേറെ എന്തുട്ടാന്നേ, ഇതല്ലാതെ ഒരു പണി എനിക്കറിയില്ല. ഈ ക്ലർക്കിനും സ്റ്റേഷൻ മാഷിനൊന്നും ഞങ്ങൾ അത്ര ജനങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. അതങ്ങനെ ഒരു കാലം. എനിക്ക് ഈ ട്രെയിനിന്റെ ഒച്ചയും ബഹളം കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ല. ശിവരാമേട്ടന്റെ ഭാര്യ ഇവിടെ ഇല്ല. മകന്റെ ഭാര്യയായിട്ട് ചേരില്ല. അതുകൊണ്ട് അവളെ വീട്ടിലാ, കുറുവലങ്ങാട്. സത്യത്തിൽ ഞങ്ങൾ വന്നത് ഡോക്യുമെന്ററി എടുക്കാനല്ല, ഒരു സിനിമ എടുക്കാൻ. ആണോ? കൊള്ളാം. കഥയുള്ള പടമാണോ അതോ ഈ ചുമ്മാ? കഥ ഇച്ചിരി പഴയതാ, പക്ഷെ പുതിയ രീതിയിലാ പടം തുടങ്ങുന്നത്. ഫ്ലാഷ് ബാക്കാ. 10-20 കൊല്ലം മുമ്പ് ഒരു രാത്രി, വേണമെങ്കിൽ അന്ന് ഇച്ചിരി ഇടിയും മഴയൊക്കെ ഉണ്ടായിരിക്കും, ഒരു മൂടിന് ഒരു റെയിൽവേ പോർട്ടർ ജനിച്ച് 3 ദിവസം പ്രായമായ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് കുറവലങ്ങാട് ഒരു അനാഥാലയത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു. ഓ അത് ശരി. എന്നെ കുടിപ്പിച്ച് കിടത്തി ഫ്ലാഷ് ബാക്ക് തരാൻ വന്നിരിക്കാലേ. എനിക്ക് ആളെ അത് തന്നെ. പക്ഷേ പുള്ളി ഇങ്ങനെ ബിഹേവ് ചെയ്ത് എന്താ ചെയ്യാ? അത് ആദ്യത്തെ ഒരു ഷോക്കാ. നമുക്കിന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. കുറച്ചുകൂടി മയത്തി കൈകാര്യം ചെയ്യണം. ഇങ്ങോട്ട് വാ. ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഒന്നുകൂടെ വന്ന് കണ്ടു നോക്കാം. സ്റ്റേ ചെയ്യാനോ? ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അതിനൊക്കെ വഴി ഉണ്ടാക്കാം. അടക്കില്ല. ഒരു മിനിറ്റ് ചേട്ടാ. അയ്യോ എന്റെ തല. എക്സ്ക്യൂസ് മീ, കുറച്ച് ഡ്രസ് വേണമായിരുന്നു. എന്ത് ഡ്രസ്സാ? കാഷ്വൽസ്. അവിടെയാന്ന്, വേഗം പോയിട്ടോ. വിജയരഹ ഒന്ന് വന്നേ. ഇന്ത്യൻ ആണോ? അതെ സാർ. ഇതോ? ഫോറിൻ വേണോ സാറേ? വേണ്ട, ഫോർമണ്ട. ഇന്ത്യ മതി. എടുത്തു കഴിഞ്ഞോ? ഇന്നേഴ്സ് ഒന്നും എടുത്തില്ലേ? ഷഡ്ഡിയല്ലേ സാർ? സൈസ് എത്ര? ഞാൻ എടുത്തോളാം. 85 അല്ലേ? 85. ശരി 85 എടുത്തോളൂ. ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ്. അതെന്നെ എന്നാ പിടിച്ചോ. ഇതൊരു ചർച്ചയാണ്. പ്ലീസ് സാർ, ഇതൊരു നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് വേറെ ഒരു പണിയില്ലേ? രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാ ഇവിടെ. പുറത്തൊക്കെ നല്ല വിദ്യാഭ്യാസവും അന്തസ്സുള്ള തൊഴിലുള്ളവരാ പോളിറ്റിക്സിലേക്ക് വരുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ കുറെ ഇത്തിക്കണ്ണികൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ നോക്ക് സർ. കിടന്നോളൂ. ഓ, ഇത് ഡബിൾ കോട്ടാ.
ഒന്ന് പിടിച്ചേ, മാറ്റിയിടാം. മാഡം ഉറങ്ങിയായിരുന്നു? ഇല്ല. എന്താ? മാഡത്തിന് ഈ ഉറക്കത്തി കയ്യും കാലും എടുത്ത് അടുത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് നോക്കുന്ന സ്വഭാവം. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കട്ടില് മാറ്റിയിട്ടുണ്ട് ചോദിച്ചാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്ത് പ്രശ്നമില്ലാന്ന്? ഈ ഉറക്കത്തി കയ്യും കാലും എടുത്ത് അടുത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് നോക്കുന്ന പ്രശ്നം. ഉറങ്ങി ഒറ്റ ഉറങ്ങുക, രാവിലെ ഇടിക്കും. മാഡം, ഞാൻ ഈ കാനഡയിലും അമേരിക്കയിലുള്ള ആളുകളെ പറ്റി ഒരുപാട് കഥകൾ കേട്ടു. എന്ത് കഥകൾ? എല്ലാത്തിനും ഭയങ്കര ഫ്രീഡം. എന്നുവെച്ചാ ചായ കുടിക്കും, ബീർ കുടിക്കാൻ തോന്നി ബീർ കുടിക്കും, കാണാൻ കൊള്ളാവുന്ന ഒരാണും പെണ്ണും കണ്ടുമുട്ടി എന്തെങ്കിലും തോന്നിയാ എന്നാന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യും. ഈ ആത്മാവിനെ കയറൂരി വിട്ട പോലൊക്കെ. മാഡത്തിന് അങ്ങനെ വല്ല ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നിയാ പറയാൻ മേടിക്കണ്ടോ? അല്ല, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ഞാൻ താഴെ റിസപ്ഷനിൽ സോഫയിൽ പോയി കിടന്നോളാം. ഞങ്ങൾക്ക് ഇതൊക്കെ ശീലോ. അപ്പൊ വേണ്ടല്ലേ? എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഒരു 150 പൈ. അന്നത്തെ ആ കുഞ്ഞ് മോളായിരുന്നല്ലേ? വാ. ഇതാണ് തുളസി, റെയിൽവേ ബുക്കിംഗ് ക്ലർക്ക് ലളിതമ്പാളിന്റെ മകൾ. ഇത് ആസാദ്, എഞ്ചിൻ ഡ്രൈവറായ അബ്ദുറഹ്മാന്റെ മകൻ. വടക്കേ ഇന്ത്യക്കാരിയായ നൂർജഹാനാണ് ആസാദിന്റെ ഉമ്മ. ഒന്ന് ചുമ്മാ തിരു മനുഷ്യ, കൊച്ചുങ്ങളെ പറ്റി ദൈവദോഷം പറയാതെ. എന്തായാലും രണ്ടെണ്ണത്തിനും കയ്യിരിപ്പത്ര ശരിയല്ല. നിന്റെ ഉറ്റ തോഴിയല്ലേ ലളിതാമ്പാള്, ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കും. ഇതാണ് മാഷേ. എന്താ ശരിയാമ? വിശാഖപട്ടണത്ത് വെച്ചൊരു ഗുഡ്സ് വണ്ടി പാളം തെറ്റി മറഞ്ഞു. ആസാദിന്റെ ബാപ്പ അബ്ദുറഹ്മാനായിരുന്നു എഞ്ചിൻ ഡ്രൈവർ. എന്നിട്ട് മരിച്ചു. ഇനിയിപ്പോ എങ്ങനെയാ കുട്ടിയോടത് പറയാ? ஆனால் இவர் முஸ்லீமு, அது இந்து. ஆனால் அந்த அம்மா பேர் கிறிஸ்டின். ஐரீன். ഓ, എന്താ ലളിതമ്മേ, കാര്യം എന്താന്ന് പറ. ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. അവരെ സഹായിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടായിരുന്നില്ല. എന്റെ ഭാര്യയുടെ കുറുവിലങ്ങാട്ടുള്ള വീട്ടിൽ വെച്ചാ തുളസി പ്രസവിച്ചത്. പ്രസവത്തിൽ കുഞ്ഞു മരിച്ചു പോയെന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കുഞ്ഞിനെ അവിടെയുള്ള മഠത്തിലേൽപ്പിച്ചു. ട്രെയിനിൽ ആരംഭിച്ച് ട്രെയിനിലേ വന്നിച്ചു. അവരൊക്കെ എത്രയോ കാലം മുമ്പ് ഇവിടുന്ന് പോയതാ. ഇപ്പൊ എവിടെയാന്ന് പോലും എനിക്കറിയാം. അറിഞ്ഞാൽ തന്നെ ഇനി എന്തിനാ കുട്ടി. മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് തുളസിക്ക് അറിയില്ല. ആസാദിന് ഇങ്ങനെ കുഞ്ഞുണ്ടായ കാര്യം പോലും അറിയില്ല. രണ്ടാളും രണ്ട് കുടുംബമായിട്ട് എവിടെയോ കഴിയണു. മോളിപ്പോ അവരുടെ മുമ്പിൽ ചെന്നാ ആ കുടുംബങ്ങളെ താളം തെറ്റും. അത് വേണോ മോളെ? ഞാൻ കാരണം അവർ വിഷമിക്കേണ്ടി വരില്ല. ഞാൻ ആരാണെന്ന് പോലും പറയില്ല. അവര് പോലും അറിയാതെ വെറുതെ ഒന്ന് കണ്ടുവരണം. ഞാൻ അന്ന് ചെയ്തത് ഒരു പുണ്യം തന്നെയായി. മോളിപ്പോ പൊക്കോ, നമുക്ക് അന്വേഷിക്കാം. இதை ஃபர்ஸ்ட் வந்தவனே சொல்லிருக்கலாம் மேடம். டப்புன்னு ரிவீல் பண்ணுவோம். 10 வருஷத்துக்கு முன்னாடி நம்ம ஒரு திட்டுத்தனம் பண்ணோம். என்னடா திடீர்னு வந்தது நம்ம கிட்ட? நம்ம பண்ண திட்டு முன்னாடி வந்து நிக்குது. என்ன இவர் இஷ்டத்துக்கு விட்டு சுத்தி இருந்தா அவன் பாரு, புது பாய் ஃப்ரெண்ட் எல்லாத்தையும் நோட் பண்ணி இது பண்றான். എന്തു പറ്റി? ആരാത്? അതാണ് ദിവ്യ. ആണോ?
ഓ ഷീസ് വെരി പ്രിറ്റി. കൂടെയുള്ളത് ബ്രദറാണോ? അല്ല, അവൾ ഒറ്റമോളാ. പിന്നെ അറിയില്ല. ഓ ഇതെങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കൊതിച്ചത് എനിക്ക് കിട്ടിയില്ല. ഇനി ആരുടെ കൂടെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല. ദിവ്യ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി അതൊന്നും അച്ഛൻ്റെ ഇഷ്ടം അറിയാലോ. MLA-യേക്കാൾ സേഫായ ഒരു IAS ഉദ്യോഗസ്ഥനെയാ അച്ഛൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അയാളുടെ കൂടെ യന്ത്രം പോലൊരു ഭാര്യയായി ഞാൻ ജീവിച്ചു തീർക്കും. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ലല്ലേ, പാട്ടിന് സുത്തോട്ടുണ്ടാரு. പോട്ടെ, பார்த்துட்டேன் നമ്മളെ പടാ റൂട്ട് ക്ലിയർ ആയിച്ചു. അവളെ എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു. ഇപ്പോഴാ മനസ്സിലായി. ഏറ്റവും അടുത്താൾ നഷ്ടപ്പെടുമ്പോൾ വേദനിക്കും. അപ്പോൾ ഈ ലോകത്ത് മറ്റാരും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരെ പറ്റി ഓർക്കണം. അപ്പോൾ ഇതെല്ലാം സഹിക്കാനുള്ള മനക്കരുത്ത് കിട്ടും. മറ്റുള്ളവരുടെ വേദന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനൊരു പൊതുപ്രവർത്തകനായത്. ആവശ്യമില്ലാതെ ആ പാവത്തിന് ഒരുപാട് വിഷമിപ്പിച്ചു. അത് വിട് മാഡം, ഇനി അതും കൂടെ ഓർത്ത് മൂടുകളയണ്ട. ശിവരാമേട്ടനോ? ഹലോ, ആ അതെയോ, ശരി ശരി, ഞാൻ വിളിക്കാം. ഒലുവക്കോട് റെയിൽവേ കോളനിയിലെ അന്നത്തെ 16 വയസ്സുകാരി പെൺകുട്ടി തുളസി ഇന്നൊരു ഡോക്ടറാ, ഒരു ആയുർവേദ ഡോക്ടർ. பாத்தீங்கன்னா இவ்வளோ ஃபாஸ்டா வண்டி ஓட்டுறேன்னு மோட்டர்ல போயிடுதா? സുനിൽ കുമാർ. ഓ തിരുമേനി, ഇന്ദുകാന്തകൃതം ഉണ്ടാക്കി കഴിഞ്ഞോ? അതിനുള്ള കഷായം റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോ തിരുമേനി അവിടെ വേണ്ടേ? അല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കഷായം 8-1 കുറുകണം. നിങ്ങൾ ഇവിടെ നിന്ന് അതാരാ നോക്ക്? അല്ല, ഞാൻ നോക്കിക്കോളാം. അതും ഇതും ആലോചിച്ച് നിൽക്കരുത്. ധാര ചെയ്യുമ്പോ പേഷ്യന്റ് ഉറങ്ങാതെ നോക്കണം. ഞാൻ ഉറങ്ങണില്ല ഡോക്ടർ. നിങ്ങളോടല്ല പറഞ്ഞത്, ഇവിടെയാ. സോറി. വൈഷ്ണവ്, നാളെ നിനക്ക് എക്സാം അല്ലേ? മോഡലല്ലേ മേ, പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ. മോഡലായാലും പബ്ലിക് ആയാലും എക്സാം ഈസ് എക്സാം. പോയിരുന്ന് പഠിക്കേ. എപ്പോ നോക്കിയാലും പഠിക്കും. എന്താ? ഒന്നുമില്ല. സുനിൽ കുമാർ കുതിര വെട്ടിയില്ലേ? ജിതിൻ, പനിയുള്ളപ്പോഴാണോ വെയിലത്തിരുന്ന് കളിക്കുന്നേ? അമ്മയല്ലേ പറഞ്ഞ വെയിൽ കൊണ്ടല്ലേ വിറ്റാമിൻ ഡി കിട്ടൂന്ന്. പനിക്കുമ്പോഴാണോ വൈറ്റമിൻ ഡി? പനി മാറിയല്ലോ. ഏയ്, ആയുർവേദ മഹാശ്ചര്യം ഇല്ലേടാ. ഡോക്ടർക്കൊരു പേഷ്യന്റ് ഉണ്ട്. OP ടൈം കഴിഞ്ഞല്ലോ. ഒറ്റയൊന്നിനും സമയനിഷ്ഠയില്ല. നടക്ക്. അച്ഛൻ എനിക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് തന്ന കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ? അയ്യോ, നിന്റെ അമ്മ എന്നെ സ്ഫുടം ചെയ്ത് കളയും. നമസ്കാരം ഡോക്ടർ. പറയൂ, എന്താ പ്രശ്നം? ഭയങ്കര നടുവേദന. പണ്ടൊക്കെ ഇത്രയും കുനിയാൻ പറ്റുമായിരുന്നു, ഇത്ര പറ്റുന്നുള്ളൂ. അതുപോലെ ഞെരിയാനും തിരിയാനും ഒന്നും പറ്റുകയില്ല. ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ ഡോക്ടർ, നടുവേദന എനിക്കല്ല, വൈഫിനാ. എന്നിട്ട് വൈഫ് എവിടെ? പുറത്തുണ്ട്, വിളിക്കാം. മാഡം, അല്ല ചുമ്മാ പേടിപ്പിച്ച. എപ്പോഴാ തുടങ്ങിയത്? കുറച്ചു ദിവസമായി. നിങ്ങളോടല്ല ചോദിച്ചത്. വീട്ടിൽ അടിച്ചു വാരുന്നത്, നിലം തുടയ്ക്കുന്നതും പാത്രം കഴുകുന്നതൊക്കെ ഇവിടെ ഒറ്റയ്ക്കാ. പറഞ്ഞാ കേൾക്കണ്ടായോ? അല്ല, ജോലി കൂടുതലുണ്ടായിരിക്കുമെന്ന് പറയായിരുന്നു. നീർക്കെട്ടൊന്നും പക്ഷെ ഇടയ്ക്കല്ലേ വരാറുണ്ട് ഇല്ലയോ? എല്ലാരും പറയുന്നത് ഡോക്ടർ തൊട്ടാ മാറുന്നു. അതുകൊണ്ടല്ലയോ കോട്ടയത്ത് ഇവിടെ വരെ വന്നത്. ഒറ്റ നോട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല. എന്നാ ഒന്നുകൂടെ നോക്കോ. ഞങ്ങൾക്ക് ധൃതിയില്ല. വേണ്ടി വന്നാൽ കുറച്ച് ദിവസം നിൽക്കാൻ കൂടെ റെഡി ആയിട്ടാണ് ഞങ്ങൾ വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു 7-7.5 മാസമായി കാണും ഇല്ലയോ? പ്രഗ്നന്റ് അല്ലല്ലോ? ഈ അടുത്ത് വരെ അല്ലായിരുന്നു. ഇനിയിപ്പോ ആയോ എന്നറിയില്ല. ആഹാ, നല്ല ഭർത്താവ്. പ്രഗ്നന്റ് അല്ലല്ലോ കുട്ടി? അല്ല. അതെന്താ, വേണ്ടെന്ന് വെച്ചിട്ടാണോ? എനിക്ക് താല്പര്യ. പറഞ്ഞാ കേൾക്കണ്ടായോ? 3-4 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാ പറയുന്നത്. അതെന്താ കുട്ടി? ആദ്യമൊക്കെ വേണ്ടാന്ന് വെക്കും. പിന്നെ വേണമെന്ന് തോന്നുമ്പോ ചികിത്സിക്കാൻ ഓടി നടക്കും. ഇതാ നിങ്ങളെപ്പോലുള്ളവരുടെ സ്വഭാവം. ഇതൊക്കെ നാച്ചുറലായി സംഭവിക്കേണ്ടതാ. വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഏതായാലും ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. വിശദമായി പരിശോധിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് മതി. പതുക്കെ നടക്കടി. സോറി, ഹസ്ബൻഡ് ആയതുകൊണ്ടാ. പതുക്കെ സൂക്ഷിച്ചു. വാ. ശരി സാർ. വിടുന്നു. ഹസ്ബൻഡ് കുറച്ച് ഓവറാ. ആണോ? എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ശരിയാക്കാം. തുളസി ഡോക്ടർ ഭയങ്കര ചൂടത്തിയല്ലോ. ഞാൻ നിക്കണോ അതോ പോണോ? അല്ല, മറ്റേ കാര്യം വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നാ തുളസി ഡോക്ടർ പറഞ്ഞു. തുളസി ഡോക്ടർ പറഞ്ഞു. പിന്നെ
வரவங்களை அங்கேயே தங்க வச்சுப்பாங்களா? ஆயுர்வேதிக் இது வந்து நிறைய இடத்துல ஸ்டேயிங் ஃபெசிலிட்டிஸ் அது எல்லாமே அப்போதைக்கு ஃபுட்டு இருக்கும். அதெல்லாம் ட்ரீட்மெண்ட் அவங்க தங்கி பண்ற மாதிரி தான் இருக்கும். ഇത് കളിക്കാൻ സമ്മതിക്കാത്തേന് ആരും കളിക്കണ്ട. എന്താ തുളസി ഇത്? തോക്കാറാകുമ്പോ കളി നിർത്തുന്ന എന്ത് മര്യാദ? എനിക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. എഴുന്നേറ്റ് പോയി കിടന്ന എല്ലാവരും. അമ്മ ഒരു റൗണ്ട് കൂടി. നോ. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ജാനമ്മേ, ദിവാകര, ഒരു ആവശ്യത്തിന് വിളിച്ച ഒരെണ്ണത്തിന് കാണില്ല. എന്താ കുട്ടി ഇത്? ട്രീറ്റ്മെന്റിനിടയ്ക്കാണോ മഴ കൊള്ളുന്നത്? അത് ഞങ്ങൾ ഗൾഫിലായിരുന്നു, അവിടെ മഴയൊന്നുമില്ലല്ലോ, അപ്പൊ വെറുതെ. എന്ന് വെച്ചിട്ട് ഈ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിന്ന് മഴ കൊള്ളു. போய் அப்பாவையும் கண்டுபிடிச்சிட்டு போயிருக்காரு போல. அப்படியா? നിക്ക് നിക്ക്, രാസ്നാഥ് ഇടട്ടെ, ഇല്ലെങ്കിൽ ഗൾഫിലുള്ള അച്ഛനും അമ്മയും ലാളിച്ച് വഷളാക്കിയിട്ടുണ്ടാവും. അതിന്റെ കുഴപ്പം ഇതൊക്കെ. കഞ്ഞി അതവിടെ കഞ്ഞി നേരത്തെ വന്നതാണല്ലോ. ആ, അതൊക്കെ തണുത്തു. ഇതങ്ങ് കുടിക്ക്. ഞാൻ കുടിച്ചോളാം. എപ്പോ തെരിയ പോകുന്നില്ലേ? അയാൾ എവിടെ പോയി? ഹസ്ബൻഡ് ഇന്ന് വരില്ലെന്നാ പറഞ്ഞേ, എന്തോ മീറ്റിംഗ് ഉണ്ട്. ഓഹോ, ഭാര്യ ഇവിടെ തനിച്ചാക്കിയിട്ട് നാട് നന്നാക്കാൻ പോയോ? എനിക്ക് ആ കതർ കണ്ടപ്പോഴേ പന്തികേട് തോന്നിയതാ. ഉഴപ്പനാണല്ലേ? ആ ഡോക്ടർ, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഏത് സമയം നാട്ടുകാരും പൊളിറ്റിക്സ്, ഒന്ന് സംസാരിക്കാൻ പോലും ആളെ കിട്ടാറില്ല. മൈ ഗോഡ്, നേതാവ് ആളുകൊള്ളാലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. ആ, കുടിക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാര്യം മാത്രം തൊഴിലാക്കിയ ആളെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. ഒരു ചടങ്ങിന് കല്യാണം കഴിച്ച് വീട്ടിലാക്കിയ പിന്നെ എല്ലാം തീർന്നു. അവളെ നോക്കി പേടിപ്പിക്കണ്ട. വെറുതെ ഭർത്താവാണെന്നും പറഞ്ഞ് നടന്നാ പോരാ, സ്നേഹം ഉണ്ടാവണം. സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ ആപ്പിൾ ഓറഞ്ചൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ആപ്പിളിലും ഓറഞ്ചിലാണോ സ്നേഹം ഇരിക്കുന്നത്? ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് മറ്റേ ആൾ കൂടി ബോധ്യപ്പെടണം. അതുകൊണ്ട് ഇന്നു മുതൽ എപ്പോഴും ഇയാൾ കൂടെ തന്നെ ഉണ്ടാവണം, കെയർ ചെയ്യണം. അത് കഴിഞ്ഞു മതി നാട്ടുകാര്യം. മനസ്സിലായി. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്ന്? ഓ, അത് എൻ്റെ ഉള്ളിലെ പ്രേമത്തിന്റെ കുട്ടിച്ചാത്തനെ ഞാനൊന്ന് തുറന്നു വിടും. തുളസി ഡോക്ടറിന്റെ ഈ ആര്യവൈദ്യശാല ഞാൻ ഇന്നൊരു താജ്മഹലാക്കും. നോക്കിക്കാം. Yo bro. அப்பா கிட்ட போவாங்களா? வீடியோ கேம்ல செத்து போயிட்டு ஒரு மியூசிக் வரும் பத்தியா? அதே என்னடாச்சு? ஆப்போசிட்டா? എന്താ? ഡോക്ടർ വിമലാരാമൻ 8 നിലയെ പൊട്ടി. നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ തോറ്റത്? പിന്നെന്തിനാ ഇത്ര സന്തോഷം? പാർട്ടി തോറ്റല് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ആ തട്ടിപ്പുകാരി എങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ കവറിട്ടുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ല. ഇത്ര നേരത്തെ എല്ലാവരും ഉറങ്ങിയോ? ഹോസ്റ്റലിൽ ആരുമില്ല, വെക്കേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഓ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തേ? ഹേയ്, ചുമ്മാ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ് മാഡം. അല്ല, ഹോസ്റ്റലിൽ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ ആലോചിച്ചപ്പോ എന്റെ വീട്ടിലേക്ക് പോരുന്നു. എന്റെ വീട്ടുകാരെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോറി, ഞാൻ ചേച്ചിയുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്തോ? നോ, ഐ ആം ഫൈൻ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കാണാട്ടോ. ഓക്കേ, ബൈ. അതെ, മനസ്സിലായി. ഗുഡ് മോർണിംഗ്. സ്ഥലം മാറിയോണ്ട് ഉറക്കം പ്രശ്നമായോ? ഏയ്,
അടുത്ത കാലത്ത് ഞാൻ ഇത്രയും നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോവാ. നാളെ ഞാൻ ലീവ് എടുക്കാം കേട്ടോ. ശരി. പുതിയതായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത്? ഓക്കെ. ബോയ് ഫ്രണ്ടാ? നല്ല ഫ്രഷ് മീനാ. നീ അത് കറി വെച്ച് ചീത്തയാക്കാതിരുന്നാ ഇതാ. എന്റെ കറി നല്ലതാണോ നീ മോള് പറയട്ടെ. ബേട്ടി ചായ പിന്നിക്കില്ലയോ? കാനഡയിലായോണ്ട് നല്ലോണം ഹിന്ദിയൊക്കെ അറിയാലോ അല്ലേ? അമ്മയുടെ വിചാരം കേരളം വിട്ട എല്ലാവരും ഹിന്ദി സംസാരിക്കുന്നവരാന്ന. ഞാനുള്ളതുകൊണ്ടാണോ ഫോൺ എടുക്കാത്തെ? ഹേയ്, അതൊന്നുമല്ല. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പുതിയതായി വന്നൊരു ഫാർമസിസ്റ്റാ. ശല്യക്കാരനാണോ? ഹേയ്, ആള് പാവാ. ഒരു പ്രപ്പോസൽ ലൈൻ. പിന്നെന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഹേയ്, ഞാൻ ആ ചാപ്റ്ററൊക്കെ എന്നേ ക്ലോസ് ചെയ്തതാ. ആ കഥയൊക്കെ എനിക്കറിയാം. ആ ചാപ്റ്റർ ഇനി ഒന്നുകൂടെ ഓപ്പൺ ചെയ്തൂടെ? ഷേ, ഇനി അതൊന്നും ശരിയാവില്ല. ശരിയാകും, ശരിയാക്കണം. ആ ഫാർമസിസ്റ്റിനെ കണ്ട് സംസാരിക്കാൻ ഞാൻ അനിയനോട് പറയട്ടെ? ഇപ്പൊ പറയണ്ട. ഓക്കെ, ഇപ്പൊ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയും. இப்போ போயிட்டு நான் ஒரு பையனை லவ் பண்ற சொன்ன கேட்பாங்களா? அப்ப இவ்வளவு நேரம் மானஸ்தியா ഒരു വലിയ യാത്ര വേണ്ടി വരും. കുറേ ദൂരേക്ക്. പണ്ടത്തെ റെയിൽവേ എഞ്ചിൻ ഡ്രൈവറിന്റെ മകൻ ആസാദ് ഇപ്പോൾ അവിടെയാണ്. കേരളവും തമിഴ്നാടും ആന്ധ്രയും മഹാരാഷ്ട്രയും ഒക്കെ കടന്ന് വടക്കൊരു ദേശത്ത്. வர வாரம் நார்த்துக்கு போயிட்டு பண்றதுல பண்ணு நார்த் போயிட்டு அவரு. ராஜஸ்தானா? வராத நதிக்கரை அந்த பாட்டு ஸ்டார்ட் ஆகுது. இந்த கோட்டையாடா இது? ராணி பத்மாவதி இருந்தாங்க அது. பாடிட்ட கத்துன்னு ஹிந்தியெல்லாம் இங்க கேட்கிறோம். ஓ ஆமா ஆமா ஆமாடா. आइए सब, आप लोगों को क्या चाहिए? हम नौकर देखेंगे. ठीक है सर. आसाद भाई अभी तक मिला नहीं है क्या? 1 मिनट बहन जी. ये लो बहन जी. यही है ना आपने जो मांगा था? यही है आसाद भाई. ये तो एक्चुअली 1500 का माल है. आपको तो मैं 1200 में दूंगा. नहीं 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 आसाद भाई, 1000 में. नहीं नहीं नहीं, 1000 में तो कुछ नहीं होगा. मेरा प्रॉफिट का क्या होगा? नहीं नहीं नहीं, 1000. क्या बहन जी, इससे कोई फायदा नहीं होगा मेरा. नहीं नहीं, इतना ही दे सकते. हम रोज की कस्टमर्स हैं. हेलो, क्या? बाप रे बाप, इतनी महंगी साड़ी? नहीं 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 नहीं, कोई सस्ता वाला ढूंढो ना. अम्मी है क्या पास में? उनको दे दो ना फोन. അല്ലുമ്മ, നിങ്ങളും നിങ്ങളെ മരുമോളും കൂടി ഇങ്ങനെ കാശ് ചെലവാക്കാൻ തുടങ്ങിയ ഞാൻ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്ക്. എൻ്റെ കയ്യിൽ കാശ് തികയൂല. ആ, ബായ് മലയാളിയാണ്. അതെ, എന്ന് വെച്ചാ കുട്ടിക്കാലം മുഴുവൻ കേരളത്തിലാ. ബാപ്പ റെയിൽവേയിലായിരുന്നു. നിങ്ങളിവിടെ? അതൊരു വലിയ കഥയാ ആസാദ് ഭായ്. എവളുടെ അപ്പച്ചൻ ആളൊരു മൂരാച്ചിയാ. ചങ്ങനാശ്ശേരി പാപ്പച്ചൻ എന്ന് പറയും. വലിയ അബ്കാരിയ. ഞാൻ ഇവിടെ കെട്ടിയത് അങ്ങേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഞങ്ങളെ എന്നപ്പി നാട് മുഴുവൻ കൊട്ടേഷൻ ഇറക്കിയിരിക്കുക. ഇങ്ങോട്ടങ്ങ് വെച്ചു വിട്ടു. രാജസ്ഥാൻ വരെ എത്തുന്നു എന്തായാലും അങ്ങനെ വിചാരിക്കുകയല്ല. കൊള്ളാലോ. ഇവിടെ എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. അതെ, ഇവക്ക് സ്വർണ്ണമൊന്നും അത്ര ഇഷ്ടമല്ല. അത്ര ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബായ് എന്നെ കുറച്ച് അത്ര സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെന്താ, ജയ്സൽമേറിൽ വലിയ ഫേമസ് ആയി. ഞാൻ കേരളത്തിൽ പഠിത്തം നിർത്തി പോന്നപ്പോ മൂപ്പരുടെ കൂടെ കൂടി. ഇത് നല്ലതാ. ആ കൈയൊന്ന് ഇട്ടിക്ക്. बिल्कुल नहीं. तेरे को कितने बार बोलना है मैं? उसको सिर्फ वही पसंद आया. चलो ठीक है, वही ले लेना. ബായിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ഹേയ്, ടെൻഷൻ ഒന്നുമില്ല. മറ്റന്നാൾ എൻ്റെ മോളുടെ കല്യാണമാണ്. നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ കല്യാണത്തിന്റെ ചെലവ്. സത്യത്തിൽ ഞാൻ ഇന്ന് കട തുറക്കാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ ഒരു ദിവസത്തെ ബിസിനസ്സും കൂടി കിട്ടിയാ അത്രയായല്ലോ എന്ന് വെച്ചിട്ട് അത് പ്രശ്നമാക്കണ്ട. മോള് സെലക്ട് ചെയ്തോ. ഇതെടുത്തോളൂ. ഇതിന് വില കുറച്ച് കൂടുതലാണ്. അത് സാരില്ല. ഇത് പിന്നെ ഇത് ഇതും. എന്തിനാ ഇത്രയധികം? എന്റെ പ്രാരാബ്ദം കേട്ടിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയാണോ? അല്ലല്ല, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ. ക്രൈസാ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇത് മോക്ക് എന്റെ വക സ്പെഷ്യൽ. ഇന്നത്തെ ദിവസം പടച്ചോനാ നിങ്ങൾ എന്നെ മുന്നിലെത്തിച്ച്. ഇനി കുറെ ദിവസം കട തുറന്നിട്ടില്ലെങ്കിലും സാരമില്ല. നടന്നോളൂ, ഞാനും ഇറങ്ങുവാ.
മുനീർ ദുക്കാൻ ബന്ദ് കർ ലേനാ. ठीक है साहब. മോൻ ആള് ലക്കിയാണ് കേട്ടോ. ആവശ്യമുണ്ടായിട്ടല്ല ഇത്രയധികം രൂപയുടെ സാധനങ്ങൾ ഈ മോള് വാങ്ങിയതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരച്ഛൻ്റെ പെയിൻ മനസ്സിലാക്കുന്ന മോള് നല്ലൊരു ഭാര്യയുമായിരിക്കും. മാഷാ അല്ലാ. ശരി ശരി എന്നാ. സിദ്ധാർത്ഥ്, നാളെ എൻ്റെ മോളുടെ മെഹന്തിയ. ഇവിടെ അടുത്തൊരു ഷാദി മഹലില്. ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരുമോ? நீங்களும் ஒரு 2 ஸ்டெப் போட்டீங்கன்னா நல்லா இருக்கும். பரவாயில்ல, நல்ல படம் தான். ஹெட் மீ ஸ்டெப் சிஸ்டர். கல்யாண குஷியில் பாப்பா டான்ஸ் ஆடி பார்த்துருக்கோம். ரஜினி பரவாயில்ல நடுவில் திருச்சி வந்தல்லே அது மீ வாட்சிங் மூவி இன் தியேட்டர். ரேண்டம் ரெண்டு பாட்டு நல்லா இருக்குன்னு நினைக்கிறேன். ஃபர்ஸ்ட் பாட்டு, இந்த பாட்டு நல்லா இருக்கு. ஓய் நோட் பண்ணியா? ஆசீர்வாதம் வாங்கினாங்க. ഞാൻ എൻ്റെ അച്ഛനമ്മയും കണ്ടു, ആദ്യമായിട്ട് അവസാനമായിട്ടും. ഇനി ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് ഞാൻ പോവില്ല. ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ വരുമോ കാനഡയിലേക്ക്? അയ്യോ, ഞാൻ ഇന്ത്യ വിട്ട് എവിടെയെങ്കിലും പോകുന്ന കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല മാഡം. എനിക്ക് ഈ നാടും നാട്ടുകാരും പാർട്ടിയും കതറും ഒക്കെ കളഞ്ഞിട്ടുള്ളൊരു ജീവിതം പറ്റില്ല. മാഡം തിരിച്ചു പോയാൽ ഞാൻ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ആൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? എന്നതാ? ആക്ച്വലി ഗിഫ്റ്റ് അല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഈ കതറിട്ട ആൾക്കാർ മറന്നുപോയ ഒരാളെ പറ്റി ഒരു റിമൈൻഡർ. ഹി ഈസ് നോട്ട് ഔട്ട്ഡേറ്റഡ്. ഒരു റെഫറൻസ് ആണ്, വായിക്കണം. മാഡത്തിന് ഞാനും ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. இதோட இன்னும் 2 காப்பியை 2 வீட்டுக்கும் நான் மெயில் பண்ணியிருக்கேன். மட்டமாக ஃபோட்டோஷாப் பண்ணி வச்சுருக்கேன். தேங்க்ஸ் ஃபார் எவ்ரிதிங். ஐ மிஸ் யூ. இது கல்யாணம் பண்ணிங்க இருக்கலாம் மேடம். உடனே சொல்ல முடியாதுல்ல, இன்னும் ஒரு 10 நிமிஷம் படம் இருக்கு, வெயிட் பண்ணு. ராஜாராணி மரியா. മാഡം, മാഡത്തിന് ഗാന്ധിജിയെ ഇഷ്ടമല്ലയോ? അതെ. ഇന്ത്യയെ ഇഷ്ടം? അതെ. അപ്പോ ഇന്ത്യക്കാരെയും ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ എന്തിനാ പോണേ? ടിക്കറ്റ് എത്രയാ? കാറിലൊക്കെ പോകാം. ധനലക്ഷ്മി ഒക്കെ மால் டிப்ரெஷனில் இருக்கிறாரு. எனக்கு கார் புரியுது. எனக்கும் லவ்வுக்கும் செட்டே ஆகாது. கனடா ஆனடா போகணும். நானும் இருக்கு இருக்குன்ட்டாங்கன்னா அசிங்கம். பிரிட்டிஷ் வந்து கனடா போவாங்க. அது எப்படி யூரோப்ல இருந்து நார்த் ஃளைட் ரெடி பண்ணி வச்சிருப்பாங்க. இருக்காது, ரைட் இருக்குது. அது ரெடி பண்ண ஃளைட் வந்து அழைத்து கொடுத்துருப்பாங்க. என்னடா இவரு ஒரு பார்ட்டி ஆரம்பிச்சிட்டாரு போல. பிக் கான்ஃபரன்ஸ் കണ്ണാടി പോട്ടാൽ. ജനങ്ങളെയും രാഷ്ട്രത്തെയും നയിക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് അറിവ് വേണം, ദിശാബോധം വേണം. ഉപജീവനത്തിന് പൊതുപ്രവർത്തനമല്ലാതെ ഒരു തൊഴിൽ വേണം. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ചാൽ അഴിമതി ഉണ്ടാകും. തൊഴിലിന്റെ മഹത്വത്തെപ്പറ്റി എന്നെ ബോധ്യപ്പെടുത്തി തന്ന ഒരു സുഹൃത്തിനെ ഞാനിവിടെ നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടാണ് മുടങ്ങിപ്പോയ വക്കീൽ പഠനം പൂർത്തിയാക്കി
ഞാൻ തൊഴിലെടുക്കാൻ തുടങ്ങിയത്. നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അത് മാത്രമാണ്. അധ്വാനത്തിലൂടെ സ്വയം കണ്ടെത്തുക. ജയ് ഹിന്ദ്. പിന്നെ വാർഡ് കൗൺസിലർമാരെല്ലാവരും ഒന്നും ശരിക്കും வரத்துக்கு 2 வருஷம் எடுத்துக்கினாங்களா? சரி, இப்போ இது நல்லா தான் இருக்குது இந்த எண்டிங்கும். இவரும் சக்ஸஸ்ஃபுல்லாக ஆகிடல கெரியரில். நல்ல படம். அடுத்த வீடியோவில் பார்க்கலாம். ஓகே கைஸ். ஸோ ஒரு இந்தியன் பிரணய கதா. ஸோ வந்து போல் நல்ல வந்து போல்ல வந்து ரொம்ப நாள் கழிச்சு போலுக்கு ஃபைன். ஆமாம். சரி, நிறைய பேர் வந்து இன்ஸ்டால ரிப்ளை பண்ணியிருந்தாங்க. உங்களுக்கு அந்த அளவுக்கு இருக்குமா தெரியல. இந்தியன் பிரணய கதா 4 இதுவுமே வந்து ஆவரேஜ் தான். ஆனால் நல்லா இருந்துச்சு இந்த படம். நல்லா இருந்துச்சு. ரொம்ப நாள் கழிச்சு ஒரு ஃபீல் குட். ரொம்ப நாள் கழிச்சா இதுல வந்து கஷ்டத்தை பத்தி சொன்னாங்க. அந்த பொண்ணு நான் சொன்னா பட் ஆனா அந்த அளவுக்கு அது போட்டு அடிக்கல அந்த மாதிரி பண்ணல. சொல்லிட்டாங்க நான் ஆத்மா அம்மா அப்பா பார்க்கணும் அப்படின்ற மாதிரி சிம்பிளா முடிச்சு மெச்சூர் ஆயிடுச்சு. அந்த கரெக்டாக சொல்லிட்டு அம்மான்னு தான் கூப்பிட்டு அந்த நொட்டாங்க மியூசிக்லாம் போட்டு அதெல்லாம் இல்லாமல் தூரத்துலேருந்து பார்த்துட்டாங்க. எப்படியோ ஃபர்ஸ்ட்டும் கடைசியும் போல பாப்பாவோட ஆக்டிங் கேரி பண்ணிட்டேன். மோஸ்ட் ஆஃப் த டைம் ஒரு இல்லை தெரியுமா. இது வந்து அமலாபால் மூவி மாதிரி தான் இருந்துச்சு. அமலாபால் மூவி தான். அவங்களுக்கு தான் மெயின் ஸ்டோரி. ஃபஃபா வந்து சப்போர்ட்டிங் ஆக்டரா வந்து பண்ணிட்டாங்க நிறையத்துல. ஆனால் ஃபஃபாவும் கரெக்டாக பண்ணிட்டாங்க. லவ் பேசும்போது இன்னசென்ட்டாக இருந்தார். அப்புறம் கட்சியா வந்து இது இவங்க கிட்ட பேசும்போது கட்சியில ஆனா எண்டிங்ல தான் அப்படி எதுவுமே கேட்கல. அது வரைக்கும் வந்து அவரு டிசிஷன் எடுக்க ஒரு மாதிரி தயங்கி எல்லாத்துக்கும் தயங்கி. அவர் கட்சியில பார்த்தா வந்து வா போலாம். அவர் ரொம்ப ஸ்டேபிள் ஆயிருக்காரு. அவரோட கேரக்டரே கொஞ்சம் மாறின மாதிரி இருந்துச்சு. பார்த்தியா அவர் பேசின ஸ்பீச்சு ஃபன்னாக இருந்தார். இப்போ கொஞ்சம் ஒரு எப்படி சொல்லுங்க ஒரு சாலிடாக இருக்கா. கண்ணாடி போட்டோன்னையும் அதெல்லாம் லேட் ஆயிடும். கண்ணாடி போட்டு வந்துட்டாலே சக்ஸஸ் தான்டா. மூவி நல்லா இருந்துச்சு. ராஜஸ்தான் போயிட்டு ஒரு இந்தியன் பிரணய கதா டைட்டிலுக்கு சூட் ஆச்சு. நல்லா இருந்துச்சு. ஒரு முஸ்லீம் அது செம்ம இருந்துச்சுடா. இவ வந்து ஐரின் கிறிஸ்டின், அப்பா முஸ்லீம் அம்மா இங்கே தான் இருக்காங்க. சவுத்தில் தான் இருந்தாங்க. அவங்க அவர் நார்த்தில் போயிட்டாரு. எல்லாரோட கதை எல்லாருமே இந்தியன்ஸ். சொல்லாம போனது ஒரு நல்லா இருந்தாலும் அது ஓகே. அதுதான் பெட்ரு. ஏன்னா வந்து ரொம்ப இதுவாகிடுவாங்க. அப்போ அவங்களுக்கும் ரொம்ப கஷ்டமாயிடும். என்னன்னா அவங்க அப்பாவுக்கு குழந்தை இருக்குன்னு தெரிஞ்சிச்சுனாலே அவ்வளோதான். அவர் என்ன ஆவார்னு தெரியல. ஆனால் அம்மாவுக்கு வந்து தெரிஞ்சிருக்கும். செத்து போச்சுன்னு சொல்லிட்டாங்களா அம்மா கிட்ட செத்து போச்சுன்னு சொல்லிட்டாங்க. ஸோ நைஸ் ஃபீல் குட் மூவி. ஸோ இதே மாதிரி நம்ம வாட்ஸ்அப் குரூப் நீங்கள் பார்த்தீங்கன்னா கம்யூனிட்டி போஸ்ட்டில் இருக்கும். குரூப் இல்லை, இட்ஸ் சேனல். அது வாட்ஸ்அப் சேனல். அதில் வந்து போல் போடுவோம். ஸோ அதே மாதிரி ஓட் போடுங்க, ஷேர் பண்ணுவோம். ஸோ நல்ல படமாக பண்ணுங்க. ஆமாம், ஆக்டிவான ஃபாலோவர்ஸ் அங்கே இருக்காங்க. ஏன்னா கொஞ்ச நேரத்தில் டக்குன்னு ஓட் பண்ணுறாங்க. அப்போவே அடிச்சு தூக்கி போச்சு இந்த மூவி. உங்களுக்கே தெரிஞ்சிருக்கு இவ்வளோ நாள் நாங்கள் பார்த்ததில்ல. எப்படி பார்த்தா பிடிக்கும். அது கொஞ்சம் பார்த்துங்க. அதுக்கப்புறம் நாங்கள் ரியாக்ட் பண்ணிட்டு அப்புறம் எங்கள் கையில் இல்லைப்பா. நல்லா இல்லைன்னா நல்லா தான் உள்ளேருந்து அன்னியன் வந்துடுவான். ஸோ வந்து நல்லா இருந்துச்சு படம். ஸோ ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு நல்ல மூவி பார்க்கலாம். அண்ட் எடி சைனிங் ஆஃப்.